പരിശുദ്ധനായ അത്യുന്നതനായ ദൈവപിതാവിന് എല്ലാം മഹത്വവും നമുക്ക് നൽകാം. നമ്മുടെ ഓരോ വാക്കുകളിലും പ്രവൃത്തികളിലുമെല്ലാം അത്യുന്നതനായ ദൈവപിതാവ് മഹത്വപ്പെടട്ടെ. അവിടെ നമുക്ക് നൽകുന്ന ഓരോ അവസരങ്ങളെയും പ്രതി, നമ്മോട് കാണിക്കുന്ന കാരുണ്യത്തെ പ്രതി, നമ്മോട് കാണിക്കുന്ന ദീർഘക്ഷമയെ പ്രതി നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. അവിടുത്തെ അതിപരിശുദ്ധ നാമം എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നാം കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയം ദൈവം രഹസ്യങ്ങളുടെ ദൈവമാണ്. നിയമാവർത്തന പുസ്തകം 29-ാം അധ്യായം 29-ാമത്തെ വചനം. രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാവുന്നു. അപ്പോൾ രഹസ്യങ്ങളുണ്ട്, ദൈവീക രഹസ്യങ്ങളുണ്ട്, ദൈവം മറച്ചു വച്ചിരിക്കുന്ന രഹസ്യങ്ങളുണ്ട്. യഥാർത്ഥ രഹസ്യങ്ങൾ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാണ്. അഥവാ നാം അറിയേണ്ട രഹസ്യങ്ങൾ ദൈവമായ കർത്താവ് മറച്ചു വച്ചിരിക്കുന്നതും യഥാസമയം വെളിപ്പെടുത്തി കൊടുക്കുന്നതുമായ രഹസ്യങ്ങൾ മാത്രമാണ്. എന്നാൽ വെളിപ്പെടുത്തപ്പെട്ടവ എന്നെന്നും നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഒരു വലിയ കാര്യം കൂടി നാം തിരിച്ചറിയുന്നു. ദൈവം രഹസ്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രയോക്താക്കൾക്ക് വേണ്ടിയാണ്. ഈ രഹസ്യങ്ങളുടെ പ്രയോജനം ഒരു ഗണത്തിന് കിട്ടണം എന്ന ദൈവത്തിൻ്റെ നിശ്ചയമനുസരിച്ചാണ് അവിടുന്ന് ഈ രഹസ്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു, ദൈവപിതാവ്, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം രഹസ്യമാണ്. അവിടുത്തെക്കുറിച്ച് അല്പം മാത്രമേ വെളിപ്പെട്ടു വരുന്നുള്ളൂ. അനേകം രഹസ്യങ്ങൾ ദൈവപിതാവിനെക്കുറിച്ച് മറക്കപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ പുത്രൻ യേശു ക്രിസ്തു ഒരു രഹസ്യമാണ്. ആളുകൾ പലപ്പോഴും കരുതുന്ന അവരുടെ തോന്നലുകളും കരുതലും അനുസരിച്ചുള്ള ഒരാളല്ല യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ ലോകം പല രീതിയിൽ കാണുന്നുണ്ട്. എന്നാൽ ലോകം കാണുന്ന ആളല്ല യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു. അവിടുന്ന് ഒരു രഹസ്യമാണ് എന്ന് ദൈവവചനം സാക്ഷ്യപ്പെടുത്തി. ഇനി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആളുകൾക്ക് ഏറ്റവും കുറവ് മാത്രം അറിയാവുന്ന ദൈവത്തിൻ്റെ രഹസ്യമാണ്. വീണ്ടും ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്നു, പരിശുദ്ധ അമ്മ ഒരു വലിയ രഹസ്യമാണ്. ലോകത്ത് അനേകം ആളുകൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് അനേകം തെറ്റായ ധാരണകൾ പുലർത്തി തങ്ങളുടെ ദൈവശാസ്ത്രവും പാരമ്പര്യവും പിടിച്ചുകൊണ്ട് അമ്മയെ പല രീതിയിൽ വികലമായി ചിത്രീകരിച്ച് പലരും പരിശുദ്ധ അമ്മയെ നിന്ദിക്കുകയും പരിഹസിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഇവരാരും തിരിച്ചറിയുന്നില്ല പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ ഒരു വലിയ രഹസ്യമാണെന്ന്. ഇനി വീണ്ടും നമ്മൾ കണ്ടു ദൈവത്തിൻ്റെ രാജ്യം, ദൈവരാജ്യം. യേശുക്രിസ്തു പ്രസംഗിച്ച ഒരേ ഒരു വിഷയം ദൈവരാജ്യമാണ്. അതൊരു രഹസ്യമാണ്, മറക്കപ്പെട്ടതാണ്. ഈ ദൈവരാജ്യം സ്വന്തമാക്കണമെങ്കിൽ ഈ രഹസ്യങ്ങൾ അറിയണം. ഇനി ദൈവത്തിൻ്റെ പദ്ധതി, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴുള്ള, അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിക്കാൻ പിതാവ് തീരുമാനിച്ചപ്പോൾ അവിടുത്തെ മനസ്സിലുണ്ടായിരുന്നൊരു പദ്ധതിയുണ്ട്. അപ്പോൾ ഈ പദ്ധതിയും രഹസ്യമാക്കി വെച്ചു ദൈവം അന്ത്യകാലം വരെ. അപ്പോൾ ഇങ്ങനെ അനേകം ദൈവീക രഹസ്യങ്ങളുണ്ട് എന്ന് നാം അറിഞ്ഞു. ഇനി എന്തിനാണ് ഈ രഹസ്യങ്ങൾ അറിയുന്നത്? ഇപ്പോൾ ദൈവപിതാവിനെ എന്തിനാണ് അറിയുന്നത്? പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു അസന്നിഗ്ധമായി പഠിപ്പിച്ചു, ഏക സത്യദൈവമായ അവിടുത്തെയും പിതാവിനെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോൾ ദൈവത്തെ അറിയാത്തവൻ, ദൈവപുത്രനെ അറിയാത്തവൻ, ഈ ദൈവീക രഹസ്യങ്ങൾ അറിയാത്തവൻ നിത്യജീവൻ പ്രാപിക്കില്ല. ഇവിടെ ഇന്ന് മനുഷ്യൻ, വിശ്വാസികളെന്ന് പറയുന്നവർ പോലും അവിടെ ചിന്തയിൽ അടുത്തെങ്ങും വരാത്തൊരു വിഷയമാണ് ദൈവരാജ്യം. അവർ ഒരിക്കലും ചിന്തിക്കാത്തൊരു വിഷയമാണ് നിത്യജീവൻ. ഈ ലോകത്തിലെ ജീവിതം സുഖകരമാക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നു, ഭക്താഭ്യാസങ്ങൾ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, നൊവേന ചെയ്യുന്നു, അല്ലെങ്കിൽ അനേക സ്ഥലങ്ങളിലേക്ക് ഓടിക്കൂടുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നത് കേൾക്കുന്ന സ്ഥലത്തേക്ക് ഓടിപ്പോകുന്നു. ഇതൊക്കെ ഈ ലോകത്തിലെ അവൻ്റെ ജീവിതം സുഖകരമാക്കാൻ, ഇവിടെ സമ്പത്തും സൗകര്യങ്ങളും നേടാൻ, ഇവിടെ ജീവിതം സന്തോഷകരമാക്കാൻ വേണ്ടി മാത്രം. എവിടെയും നിത്യജീവന് വേണ്ടി ഒരു അന്വേഷണമോ അതിനു വേണ്ടിയുള്ള പരിശ്രമം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ദൈവീക രഹസ്യങ്ങൾ അറിയണമെന്ന് പറയുമ്പോൾ തന്നെ അത് ഉൾക്കൊള്ളാൻ പോലും വിശ്വാസികളെന്ന് പറയുന്നവർക്ക് പോലും പലപ്പോഴും കഴിയില്ല. അതിൻ്റെ അത് ആവശ്യമില്ലെന്നാണ് പറയുക. വീണ്ടും ദൈവത്തിൻ്റെ രാജ്യം ഒരു രഹസ്യമാണ്. ദൈവരാജ്യം
ഒന്നുകിൽ നിനക്ക് ദൈവരാജ്യം ലഭിക്കും, അല്ലെങ്കിൽ നീ ലോകരാജ്യത്തോടൊപ്പം നശിക്കും. ഈ ലോകവും അതിൻ്റെ സമസ്തവും കടന്നു പോകും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. എല്ലാം മാറ്റപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. സൃഷ്ടിക്കപ്പെട്ടവും മുഴുവൻ നീക്കം ചെയ്യപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിലനിൽക്കുന്ന ദൈവരാജ്യം സ്വന്തമാക്കണമെങ്കിൽ നീ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയണം, അല്ലെങ്കിൽ ലോകരാജ്യത്തോടൊപ്പം നശിക്കാം. യേശുക്രിസ്തു പറഞ്ഞു, ഈ ലോകം മുഴുവൻ നീ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം? അപ്പോൾ ഈ ലോകത്തിൽ മനുഷ്യൻ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളതും ഇനി ഒരുപക്ഷെ കണ്ടെത്താൻ ഇടയുള്ളതുമായ എല്ലാ സമ്പത്തിനേക്കാളും, മനുഷ്യന് നേടാവുന്ന ഏറ്റവും വലിയ മഹത്വത്തെക്കാളും, ഏറ്റവും വലിയ അധികാരങ്ങളെക്കാളും, ഈ ലോകത്തിലെ ഏത് നേട്ടങ്ങളെക്കാളും, അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഉണ്ടാകുന്ന മൂല്യത്തെക്കാളും മൂല്യമുള്ളതാണ് ഒരു ദൈവ പൈതലിൻ്റെ ആത്മാവിൻ്റെ വില. അതുകൊണ്ട് യേശുക്രിസ്തു ചോദിച്ച ചോദ്യത്തിൻ്റെ വില, ആഴം, ഗൗരവം എത്രമാത്രമെന്ന് ഓരോ ക്രിസ്തീയ വിശ്വാസിയും പരിശോധിക്കണം. പക്ഷെ അത് പരിശോധിക്കാനൊന്നും ആർക്കും സമയവുമില്ല. അതൊക്കെ വായിച്ചു വിടും, എന്നിട്ട് വീണ്ടും ഈ ലോകത്തിൽ വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പിടിക്കാനും വേണ്ടി മാത്രം ഓടുന്നവരായി മാറി. അതിന് പ്രിയപ്പെട്ടവരെ, ദൈവീക രഹസ്യങ്ങൾ അറിയാത്ത ആരും നിത്യജീവൻ സ്വന്തമാക്കുകയോ ദൈവരാജ്യം സ്വന്തമാക്കുകയോ ഇല്ല. അപ്പോൾ നമ്മൾ കണ്ടു, ആ ഏതൊക്കെ അവസ്ഥയിലായിരിക്കുന്നവർക്ക് ഈ ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടില്ല എന്ന്. ലോകത്തിൽ മനുഷ്യൻ ഒരുപക്ഷെ ചിന്തിക്കുന്ന പോലെ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ അവൻ്റെ റിസർച്ച് നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ അവൻ കുറേ പഠനങ്ങൾ നടത്തിയത് കൊണ്ടോ ഒന്നും ദൈവരാജ്യ രഹസ്യങ്ങൾ ലഭിക്കുകയില്ല. അതിന് ഭൗതിക വിജ്ഞാനവുമായി ഒരു ബന്ധവുമില്ല. അപ്പോൾ ആർക്കാണ് ദൈവം ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത് നാം അറിയണ്ടേ? പ്രിയപ്പെട്ടവരെ, അപ്പോൾ നാം തിരിച്ചറിയണം ആദ്യം, ദൈവം ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തണം. കാരണം ഇത് രഹസ്യമാക്കി വെച്ചിരിക്കുന്നത് ദൈവം തന്നെയാണ്. അതുകൊണ്ട് ദൈവം വെളിപ്പെടുത്തി തരണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 27-28. ദാനിയേൽ പറഞ്ഞു, ഒരു വിജ്ഞാനിക്കും ആഭിചാരകനും മാന്ത്രികനും ജ്യോത്സ്യനും രാജാവ് ആവശ്യപ്പെട്ട രഹസ്യം വെളിപ്പെടുത്താനാവില്ല. ഒരു വലിയ യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഒരു വിജ്ഞാനിക്കും, ഈ ലോകത്തിലെ മുഴുവൻ വിജ്ഞാനവും ഉണ്ടെന്ന് പറഞ്ഞാലും, ഈ ലോകത്തിലെ സകല സയൻസും അവൻ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും, അവനൊരു സഞ്ചരിക്കുന്ന സർവ്വവിജ്ഞാന കോശമാണെന്ന് അവകാശപ്പെട്ടാലും, അവൻ ഒരു ദൈവിക രഹസ്യവും വെളിപ്പെടുത്താനാവില്ല. ഒരു വിജ്ഞാനിക്കും ഒരു ആഭിചാരകനും ഒരു പൈശാചിക ശക്തികളുടെ സ്വാധീനത്താലും ഒരു പൈശാചിക ആത്മാവിൻ്റെ കരുത്താലും ഒരു ദൈവിക രഹസ്യം അറിയാൻ കഴിയില്ല. ഒരു വിജ്ഞാനിക്കും ആഭിചാരകനും മാന്ത്രികനും ജ്യോത്സ്യനും രാജാവ് ആവശ്യപ്പെട്ട അല്ലെങ്കിൽ ദൈവം മറച്ചിരിക്കുന്ന ഒരു രഹസ്യവും വെളിപ്പെടുത്താനാവില്ല. എന്നാൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അത്യുന്നതനായ ഏക സത്യ ദൈവം, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം. ആ ദൈവമാണ് രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവം. എന്നാൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവിടുന്ന് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ നബൂഖദ്നേസർ രാജാവിന് വെളിപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം വായിച്ചാൽ കാണാം. ദാനിയേലിൻ്റെ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്ന പ്രവചനങ്ങളെല്ലാം അന്ത്യകാലത്ത് സംഭവിക്കാനുള്ളവയാണ്. ഇതന്ന് നബൂഖദ്നേസർ രാജാവിന് വേണ്ടിയോ അല്ലെങ്കിൽ അന്ന് ജീവിച്ചവർക്ക് വേണ്ടിയോ അല്ല. ഇനി എന്തെങ്കിലും അന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ദൃഷ്ടാന്തം മാത്രമാണ്. അതിൻ്റെ പൂർണ്ണതയിൽ അതെല്ലാം പ്രവചനങ്ങൾ പൂർത്തിയാകുന്നത് അന്ത്യകാലത്താണ് എന്ന് നാം കാണും. അപ്പോൾ ദൈവം നമുക്ക് രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരണം. ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ തന്നെ ദൈവത്തിന് മുൻപിൽ, ദൈവവചനത്തിന് മുൻപിൽ എളിമപ്പെടാൻ ഒരു വിശ്വാസിക്ക് കഴിയും. ജെറമ്യ 33:3, എന്നെ വിളിക്കുക, കർത്താവ് പറയുക, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. ദൈവത്തിൻ്റെ ഉറപ്പാണ്. നീ എന്നെ വിളിക്ക്, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. അപ്പോൾ ദൈവം വെളിപ്പെടുത്തി തരണം. എങ്ങനെയുള്ള കാര്യങ്ങൾ? മനുഷ്യൻ്റെ ബുദ്ധിക്കതീതമായ കാര്യങ്ങൾ. അപ്പോൾ മനുഷ്യന് ബുദ്ധി കൊണ്ട് അന്വേഷിച്ചാൽ ഈ രഹസ്യങ്ങൾ പോലും വെളിപ്പെട്ട് കിട്ടുമോ? അപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിക്കതീതമായ കാര്യങ്ങൾ, മഹത്വവും, ദൈവ തിരുസന്നിധിയിൽ മഹത്വപൂർണമായ കാര്യങ്ങൾ, നിഗൂഢവുമായ കാര്യങ്ങൾ, മറയ്ക്കപ്പെട്ടിരുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പോൾ ഈ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടാൻ ദൈവ തിരുസന്നിധിയിലാണ്
നാം പ്രാർത്ഥിക്കേണ്ടത്. ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തരുന്ന ദൈവത്തിന് മുൻപിലാണ് നാം എത്തേണ്ടത്. ഈ രഹസ്യങ്ങൾ ദൈവം മാത്രമേ വെളിപ്പെടുത്തി തരികയുള്ളൂ. അപ്പോൾ പ്രസക്തമായൊരു ചോദ്യമുണ്ട്, ഇത് എപ്പോൾ വെളിപ്പെട്ട് കിട്ടും? അനേകം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് കാലത്തിൻ്റെ പൂർണ്ണതയിലാണ് ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവീയ രഹസ്യം നമുക്ക് ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ അത് സംഭവിക്കുന്ന സമയമാകണം. ആ വചനങ്ങൾ പൂർത്തിയാക്കപ്പെടുന്ന കാലമാകണം. അല്ലെങ്കിൽ അത് പൂർത്തിയാവുമ്പോൾ മാത്രമേ നമുക്കിത് ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവപിതാവ് അവിടുത്തെ അനന്തമായ സ്നേഹത്താൽ മക്കൾക്ക് ജന്മം നൽകിയ പിതാവ് ഈ രഹസ്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് മുഴുവൻ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എപ്പോൾ വെളിപ്പെടുത്തിയാലാണ് മക്കൾക്ക് ഈ രഹസ്യങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുക എന്ന് പരിശോധിക്കണം. ആ സമയത്തെ വെളിപ്പെടുത്തുള്ളൂ. ഇനി ഈ ദൈവീക പ്രവൃത്തികളുടെ ഫലം, ഇതിന് മുഴുവൻ ഫലവും ആർക്കാണോ ലഭിക്കേണ്ടത്, അങ്ങനെ ഒരു ഗണമുണ്ട്. അവരുടെ മുൻപിൽ മാത്രമേ, അല്ലെങ്കിൽ അവർ ഈ ഭൂമിയിൽ ഉള്ളപ്പോൾ മാത്രമേ, അല്ലെങ്കിൽ അവരെ ഒരുമിച്ച് കൂട്ടുമ്പോൾ മാത്രമേ, അവരുടെ മുൻപിൽ മാത്രമേ പിതാവ് ഇത് വെളിപ്പെടുത്തുകയുള്ളൂ. അതാണ് മോശ വഴി പ്രവചിച്ചത്. രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാവുന്നു, എന്നാൽ വെളിപ്പെടുത്തപ്പെട്ടവ എന്നും നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടിയുള്ളവയാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ന് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്, പ്രവാചകൻ വഴി ദൈവം പറഞ്ഞിരിക്കുന്നത് ഏതു ഗണമാണോ ആ ഗണത്തിന് വേണ്ടി മാത്രമാണ് ഇത് വെളിപ്പെടുത്തപ്പെടുക. അല്ലെങ്കിൽ ആ ഗണം ഈ ഭൂമിയിൽ ഉള്ളപ്പോൾ മാത്രമാണ്, ആ ഗണത്തിന് പൂർണ്ണമായ പ്രയോജനം ലഭിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് ദൈവം ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെടുത്തുക. ഈ യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിനെ മുഴുവൻ പരിശോധിച്ചാൽ ദൈവം ദൈവീക രഹസ്യങ്ങൾ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുന്നില്ല നമുക്ക് കാണാം. യേശുക്രിസ്തു അനേക കാര്യങ്ങൾ മറച്ചു സംസാരിച്ചുവെന്നും പ്രവാചകന്മാർ അനേക കാര്യങ്ങൾ മറച്ചു സംസാരിച്ചുവെന്ന് പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, നമുക്ക് വായിക്കാൻ കഴിയും. അത് മറച്ചിരിക്കുന്നത് തന്നെ അതെല്ലാവരും അറിയാതിരിക്കാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ എപ്പോൾ വെളിപ്പെടുത്തിയാലാണ് ദൈവമക്കൾക്ക് ഗ്രഹിക്കാനാവുക? ആ സമയത്താണ് ദൈവം വെളിപ്പെടുത്തുക. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. ദാനിയേൽ അനേകം ദർശനങ്ങൾ കണ്ടു. ഗബ്രിയേൽ ദൂതൻ അനേകം സന്ദേശം ദാനിയേലിന് കൊടുത്തു. പക്ഷേ ദാനിയേൽ പറയാം, ഞാൻ കേട്ടെങ്കിലും ഞാൻ കണ്ടെങ്കിലും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഈ പ്രവാചകന്മാരൊക്കെ എഴുതി വച്ചിരിക്കുന്നത് അവർക്ക് മനസ്സിലായ കാര്യം ബുദ്ധി കൊണ്ട് ഒരു പ്രബന്ധം എഴുതുന്ന പോലെ എഴുതിയതാണ് എന്ന് മനുഷ്യനൊരിക്കലും ചിന്തിക്കരുത്. അവർക്ക് ദൈവം കൊടുത്ത വചനം അവർ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. അവർക്കതൊന്നും മനസ്സിലായിട്ടില്ല. കാരണം അത് അന്ന് മനസ്സിലാക്കേണ്ടവയായിരുന്നില്ല, അത് അന്ന് പൂർത്തിയാകേണ്ടവയായിരുന്നില്ല, അത് അവർക്ക് വേണ്ടി അന്ന് നൽകപ്പെട്ടവയായിരുന്നില്ല. ഞാൻ കേട്ടെങ്കിലും എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, പ്രഭു, ഇതിൻ്റെ എല്ലാം പൊരുൾ എന്താണ്? വ്യാഖ്യാനമല്ല, പൊരുൾ. അവൻ പറഞ്ഞു, ദാനിയേലേ, നീ നിൻ്റെ വഴിക്ക് പോവുക. ഈ വചനം അവസാന ദിനം വരേക്കും അടച്ചു മുദ്ര വെച്ചതാണ്. അപ്പോൾ നമുക്കറിയാം, അനേകം ദൈവവചനങ്ങൾ നാം തിരിച്ചറിയണം. അനേകം ദൈവവചനങ്ങൾ അവസാന കാലം വരെ അടച്ചു മുദ്ര വെച്ചതാണ്, മറയ്ക്കപ്പെട്ടതാണ്. ആ വചനങ്ങൾ എന്താണ് പറയുന്നതെന്ന്, ആ വചനങ്ങളുടെ ദൈവം എന്താണ് പ്രവർത്തിക്കുന്നതെന്ന രഹസ്യങ്ങൾ അവസാന കാലത്ത് മാത്രമേ വെളിപ്പെടുത്തപ്പെടുകയുള്ളൂ. അതിനുമുമ്പ് അനേകർ വായിക്കും, പഠിക്കും, റിസർച്ച് എടുത്തും PhD എടുക്കും. പക്ഷേ അതിൻ്റെ പൊരുൾ വെളിപ്പെടുകയില്ല. അത് ഈ പഠിക്കുന്ന ആളുകളെ കുറവല്ല, ദൈവം വെളിപ്പെടുത്തുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അവസാന ദിനം വരേക്കും അടച്ചു മുദ്ര വെച്ച അനേക വചനങ്ങളുണ്ട്. അപ്പോൾ ഈ രഹസ്യങ്ങൾ വെളിപ്പെടാൻ തുടങ്ങിയാൽ അത് ഗ്രഹിക്കാൻ സാധിക്കുന്നവർക്ക് മനസ്സിലാകും അവസാന കാലമായി. അത് അവർ മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ വചനം അവസാന ദിനം വരേക്കും അടച്ച മുദ്ര വെച്ചതാണ്. അപ്പോൾ അന്ത്യകാലത്താണ് ഇത് മുദ്രകൾ തുറക്കുക. അന്ത്യകാലത്താണ് ഈ വചനങ്ങൾ തുറന്നു കിട്ടുക. അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഗ്രഹിക്കണമെങ്കിൽ, ഈ വചനങ്ങളുടെ, ഈ രഹസ്യങ്ങളുടെ ഫലം സ്വന്തമാക്കണമെങ്കിൽ അന്ത്യകാലത്ത് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കണം ദൈവത്തിന് മുൻപിൽ. എന്നാൽ ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിക്കും, അവർ ഒന്നും ഗ്രഹിക്കുകയില്ല. അതുകൊണ്ടാണ് അവർ ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്, അവർ ഒന്നും ഗ്രഹിക്കാത്തതിനാൽ. പക്ഷെ അവർ കരുതുന്നു തങ്ങളെല്ലാം ഗ്രഹിക്കുന്നവരാണ്. ജ്ഞാനികൾ ഗ്രഹിക്കും. അപ്പോൾ ദൈവജ്ഞാനം ഏറ്റവും ആവശ്യമുള്ള സമയമാണ് അന്ത്യകാലം.
അപ്പോൾ അവസാന കാലത്താണ് ദൈവം ഈ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരിക. വെളിപാട് 22:10 വീണ്ടും അവൻ എന്നോട് പറഞ്ഞു, ഈ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ, കർത്താവിൻ്റെ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ, അത് വെളിപാട് ഗ്രന്ഥത്തിലെ മാത്രമല്ല, പരിശുദ്ധ ബൈബിളിലെ മുഴുവൻ പ്രവചനങ്ങളും ഇനി മുദ്രിതമായി സൂക്ഷിക്കേണ്ട. ഇപ്പം നമ്മൾ കണ്ടു, ദാനിയേൽ പ്രവാചകൻ പറഞ്ഞു ഇത് അന്ത്യകാലം വരെ മുദ്രിതമായി സൂക്ഷിക്കപ്പെടും. ഇവിടെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു ഇത് മുദ്രിതമായി ഇനി സൂക്ഷിക്കേണ്ട, എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. അപ്പോൾ ഈ പ്രവചനങ്ങളെല്ലാം പൂർത്തിയാകുന്ന സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയമാവുമ്പോഴാണ് ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെടുക. ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെട്ടാൽ നാം തിരിച്ചറിയണം ഈ പ്രവചനങ്ങൾ പൂർത്തിയാകുന്ന സമയമായി. റോമ 16:26 യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. അപ്പോൾ ദൈവം ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നൊരു സമയമുണ്ട്. ഈ വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇതൊക്കെ 2000 വർഷം മുമ്പത്തെ കാര്യം പൗലോസ് എഴുതി, ഓരോ കോറിന്ത്യക്കാർക്ക് വേണ്ടി എഴുതി, അല്ലെങ്കിൽ റോമാക്കാർക്ക് വേണ്ടി എഴുതി എന്നൊക്കെയാണ് ബൈബിൾ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ ഇതൊക്കെ ചരിത്രമാക്കിയാൽ ഈ വചനങ്ങളുടെ രഹസ്യങ്ങളോ പൊരുളോ ഒന്നും ആർക്കും ഗ്രഹിക്കാൻ കഴിയില്ല. ഇതൊന്നും അന്നത്തെ കാലത്ത് വേണ്ടി പൗലോസ് എഴുതിയതല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൗലോസിന് കൊടുത്ത വചനങ്ങൾ പൗലോസ് എഴുതി വെച്ചു എന്നുള്ളതല്ലാതെ അത് അന്നത്തെ കാലത്തെ ആളുകൾക്ക് വേണ്ടിയോ അത് പൗലോസിനെ കുറിച്ചോ അല്ല. അപ്പോൾ ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നൊരു സമയമുണ്ട്. അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ ദൈവീക രഹസ്യങ്ങളിലെല്ലാം ഗുണഭോക്താക്കൾ ആർക്കാണോ അവൻ്റെ പ്രയോജനം, ആർക്ക് വേണ്ടിയാണോ അവ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, ആ ദൈവമക്കൾ ഈ ഭൂമിയിൽ ജനിക്കുന്ന കാലത്തിൻ്റെ പൂർണ്ണതയിലാണ് ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെടുകയുള്ളൂ. അന്ന് വരെ അത് നിഗൂഢമായിരുന്നു. രഹസ്യമുണ്ട് എന്ന കാര്യം പോലും രഹസ്യമാക്കപ്പെട്ടിരുന്നു. എഫെസോസ് 3:5-6 ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ, ഇപ്പോൾ വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവാണ്. ഇപ്പോൾ മറ്റു തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല. ഇത് സത്യമായി യാഥാർത്ഥ്യമായിരിക്കണമെങ്കിൽ ഈ വചനം പൂർത്തിയാകുന്നത് അന്ത്യകാലത്തായിരിക്കണം. കാര്യം മറ്റു തലമുറ വെളിവാക്കപ്പെട്ടില്ല എന്ന് പറയണമെങ്കിൽ അതിനു മുമ്പ് എല്ലാ തലമുറകളും കടന്നു പോയിരിക്കണം. അവസാന തലമുറയിൽ മാത്രമേ മറ്റു തലമുറകളിൽ വെളിപ്പെടുത്തപ്പെട്ടിരുന്നില്ല എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ ആ വചനം സത്യമാവുന്നുള്ളൂ. അപ്പോൾ മറ്റു തലമുറകളിലെ ഇതിനു മുമ്പുണ്ടായിരുന്ന ആദം വരെയുള്ള മുൻപുണ്ടായിരുന്ന തലമുറകളിൽ ഇത് വെളിപ്പെടുത്തപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഇത് വെളിപ്പെടുത്തിരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വഴിയാണ്. ഈ വെളിപാടനുസരിച്ച് വിജാതീയർ കൂട്ടവകാശികളും ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗഭാക്കുകളുമാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശികൾ, അതിനൊരു ഗണമുണ്ട്. ആ ഗണം ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്താണ് ഇത് വെളിപ്പെടുത്തുക. യേശുക്രിസ്തുവിൻ്റെ വാഗ്ദാനം 2000 വർഷം മുമ്പ് യേശുക്രിസ്തു വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് പോയത്. അവൻ നൽകിയ ഏറ്റവും വലിയൊരു വാഗ്ദാനമാണ് നിത്യജീവൻ. അപ്പോൾ അത് വാഗ്ദാനം തന്നെയായിട്ട് ഇപ്പോഴും ഇരിക്കുന്നത്. യേശുക്രിസ്തു വീണ്ടും വന്ന് നമുക്ക് തരുമ്പോൾ മാത്രമേ അത് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അവൻ നമുക്ക് നിത്യജീവൻ തരുമെന്ന വാഗ്ദാനമുണ്ട്. ഇനി അവൻ വന്നിട്ട് നമ്മെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്ന വാഗ്ദാനമുണ്ട്. മരിച്ചിട്ട് ആത്മാവിനെ കൊണ്ടുപോകുന്ന കാര്യമല്ല. ദൈവഭവനത്തിൽ വസിക്കാൻ നാം ശരീരത്തിൽ യോഗ്യരാക്കപ്പെടണം. അഥവാ അമർത്യമായ അനശ്വരമായ ശരീരത്തോടു കൂടി നമ്മെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് അവൻ കൂട്ടിക്കൊണ്ടുപോകും എന്ന വാഗ്ദാനമുണ്ട്. അപ്പോൾ അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്നവരുടെ ഗണം ഈ ഭൂമിയിലായിരിക്കുമ്പോഴാണ് ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെടുക. അപ്പോൾ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗഭാക്കുകളായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായ ഒരു ഗണം ഈ ഭൂമിയിലായിരിക്കുമ്പോഴാണ് ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെടുക. 1 കൊരിന്തോസ് 10:11 ഇതെല്ലാം അവർക്കൊരു താക്കീതായിട്ടാണ് സംഭവിച്ചത്. ആർക്ക്? ഇതിനു മുമ്പ് ജീവിച്ചിരുന്ന എല്ലാവർക്കും. ഇതെല്ലാം അവർക്കൊരു താക്കീതായിട്ടാണ് സംഭവിച്ചത്. പക്ഷേ താക്കീതൊന്നും ആരും പഠിക്കുന്നില്ല. അതൊക്കെ പുസ്തകത്തിൽ വായിക്കും, അതൊക്കെ പഴയൊന്നോ കാര്യം എഴുതി വെച്ചേക്കുന്നു. അതൊന്നും അത്ര കാര്യമുള്ള കാര്യമല്ല.
എന്ന് പറഞ്ഞ മനുഷ്യൻ ദൈവവചനത്തെ തീർത്തും അവഗണിക്കുന്ന, ദൈവവചനത്തെക്കുറിച്ച് ലജ്ജ തോന്നുന്ന അല്ലെങ്കിൽ പുച്ഛിച്ച് തള്ളുന്ന ഒരു കാലഘട്ടമാണ് അവസാന കാലം. ഇതെല്ലാം അവർക്കൊരു താക്കീതായിട്ടാണ് സംഭവിച്ചത്. നമുക്കൊരു പാഠമാകേണ്ടതിന് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധ ബൈബിളിൽ മുമ്പ് സംഭവിച്ച കാര്യങ്ങളെല്ലാം ദൈവം അവിടുത്തെ ആത്മാവിനാൽ എഴുതി വെച്ചത് നമുക്ക് പാഠമാകാൻ വേണ്ടിയാണ്. അത് നേരത്തെ സൂചിപ്പിച്ചത്, ഈ ദൈവീക രഹസ്യങ്ങൾ ദൈവം കാത്തു സൂക്ഷിച്ചത് നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗണമുണ്ട്. അത് എപ്പോഴാണ് അവർ ജീവിക്കുന്നത് ഈ ഭൂമിയിൽ? തൊട്ട് താഴത്തെ വചനം വായിക്കാം. യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. ഇത് 2000 വർഷം മുമ്പത്തെ കാര്യമല്ല. കാരണം 2000 വർഷം മുമ്പ് യുഗങ്ങളുടെ അന്തിമഘട്ടം വന്നിരുന്നില്ല. അപ്പോൾ യുഗാന്തത്തിൽ, അവസാന കാലത്ത്, കാലത്തിൻ്റെ പൂർണ്ണതയിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു ദൈവമക്കളുടെ ഗണത്തിന് മുമ്പിലാണ് ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെടുക. അപ്പോൾ മാത്രമേ ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെടുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ നാം തിരിച്ചറിയുന്നത്, മനുഷ്യൻ പലപ്പോഴും ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ചില ആത്മീയ അഹങ്കാരവും, ഞങ്ങൾക്കെല്ലാമുണ്ട്, ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്ക് പാരമ്പര്യമുണ്ട്, ഞങ്ങൾക്ക് അവരുണ്ട് ഇവരുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ പാരമ്പര്യത്തിലൊക്കെ അഭിമാനിച്ച് തങ്ങൾക്കുള്ള വെറും അല്പമായ ചില അറിവിലോ ചില കാര്യങ്ങളോ ഒക്കെ ഇങ്ങനെ അഭിമാനിച്ച് ജീവിക്കുന്നവർ കണ്ണു തുറന്ന് യാഥാർത്ഥ്യം തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇതെല്ലാം പരിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെടുന്നൊരു സമയം, 1 പത്രോസ് 1:5, അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. ഇത് പത്രോസിലൂടെ ദൈവം നടത്തിയ ഒരു വലിയ പ്രവചനമാണ്, ഒരു വലിയ പ്രസ്താവനയാണ്. ഒരു ഗണം കാത്തു സൂക്ഷിക്കപ്പെടുന്നു. എന്തിനു വേണ്ടി? ഒരു രക്ഷയ്ക്ക് വേണ്ടി. എപ്പോഴാണ് രക്ഷ വെളിപ്പെടുത്തപ്പെടുക? അവസാന കാലത്ത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, യേശു ക്രിസ്തു വീണ്ടും വരുന്നത് ഒരു രക്ഷ നൽകാൻ വേണ്ടി കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, പല ആളുകളും വിശ്വാസ പ്രമാണത്തിൽ അല്ലെങ്കിൽ അവർ വിശ്വാസം പറയുന്നുണ്ട്, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കർത്താവിന് 2ാം വരവെന്ന് കേൾക്കുമ്പോൾ ഈ വിധി മാത്രമാണ് മനുഷ്യൻ്റെ മനസ്സിൽ വരിക. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഒരു കാര്യം അന്നുണ്ടാകേണ്ടത്, അല്ലെ അന്ന് വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമാകേണ്ടത് ആവശ്യമായിരുന്നു. കാരണം യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ രക്ഷ തരാൻ വരും എന്ന് പറഞ്ഞാൽ, ഇതിന് മുമ്പ് ജീവിച്ചിരുന്നവർക്ക് അപ്പോൾ കർത്താവിൻ്റെ രക്ഷ കർത്താവ് തന്നില്ലേ, അപ്പോൾ യേശു ക്രിസ്തു രക്ഷകനാണെന്നുള്ള യാഥാർത്ഥ്യം തള്ളിക്കളയുന്നതാണ് എന്ന് തോന്നും. പക്ഷേ ദൈവവചനത്തിൽ, പുതിയ നിയമത്തിൽ തന്നെ അനേക സ്ഥലത്ത് വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്നു, യേശു ക്രിസ്തു വീണ്ടും വരുന്നത് ഒരു രക്ഷ തരാൻ വേണ്ടിയാണ്. അവനെ കാത്തിരിക്കുന്ന, ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ 2000 വർഷം മുമ്പ് യേശു ക്രിസ്തു നമുക്ക് തന്നത് രക്ഷയുടെ അഡ്വാൻസ് മാത്രമാണ്. അത് സ്വീകരിച്ചുകൊണ്ട് തന്നെ അവനെ കാത്തിരിക്കുന്ന ഒരു ഗണത്തിന് രക്ഷയുടെ പൂർണ്ണത, നിത്യജീവൻ്റെ രക്ഷ നൽകാൻ ദൈവപുത്രൻ വീണ്ടും ഭൂമിയിൽ വരും. അപ്പോൾ അങ്ങനെ കാത്തു സൂക്ഷിക്കപ്പെടുന്ന ഗണം എപ്പോഴാണോ ഈ ഭൂമിയിലായിരിക്കുന്നത്, അഥവാ അവസാന കാലത്തെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം കാത്തു സൂക്ഷിച്ച ഗണത്തിന് മുൻപിലാണ് ഈ ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെടുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായി പരിശുദ്ധാത്മാവ് മുൻകൂട്ടി എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവീക രഹസ്യങ്ങളുണ്ട്, ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെടുന്ന സമയമുണ്ട്, ഈ രഹസ്യങ്ങളുടെ ഗുണഭോക്താക്കളുണ്ട്. അതായത് ആർക്ക് വേണ്ടിയാണോ ദൈവം ഈ രഹസ്യങ്ങൾ കാത്തു സൂക്ഷിച്ചത്, അവർ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കാലത്തിൻ്റെ പൂർണ്ണതയിൽ ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെടും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അടുത്തൊരു പ്രധാന ചോദ്യം ഉദിക്കും, ആരിലൂടെ വെളിപ്പെടുത്തും? കാരണം ദൈവം ഒരിക്കലും നേരിട്ടിറങ്ങി വന്ന് പ്രസംഗിക്കുന്നില്ല. ദൈവം എല്ലാം ചെയ്ത് മനുഷ്യരിലൂടെയാണ്. അതുകൊണ്ടാണ് അവിടുത്തെ പുത്രൻ പോലും 2000 വർഷം മുമ്പ് മനുഷ്യ സാദൃശ്യത്തിൽ വന്നു. അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. കാഴ്ചയിൽ മനുഷ്യനെ പോലെ ഇരുന്നു അവൻ. അത്രമാത്രം അവൻ തന്നെ ശൂന്യനാക്കി, അത്രമാത്രം അവൻ ചെറുതായി. അപ്പോൾ മനുഷ്യരിലൂടെ, മുമ്പ് പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ചു, അവിടുത്തെ പുത്രനിലൂടെ സംസാരിച്ചു, അവിടുത്തെ ആത്മാവിലൂടെ സംസാരിച്ചു. അപ്പോൾ എപ്പോഴും
ദൈവം സംസാരിക്കുന്ന ഒരു മാർഗമുണ്ട്. അപ്പോൾ ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരണമെങ്കിലും അതിനൊരു മാർഗം ഉണ്ടായിരിക്കണം. അത് കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ, പരിശുദ്ധ ബൈബിളിൽ മുൻകൂട്ടി എഴുതപ്പെട്ടിട്ടുണ്ടായിരിക്കണം. എന്നാലേ നമുക്ക് അന്ന് സംഭവിക്കുമ്പോൾ വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, റോമാക്കാർക്ക് ലേഖനം 10-ാം അധ്യായം 14-15. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അപ്പോൾ നാം ഈ ദൈവീക രഹസ്യങ്ങൾ കേൾക്കണമെങ്കിൽ ആരെങ്കിലും പ്രസംഗിക്കണം. പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അപ്പോൾ പ്രസംഗകനില്ലാതെ കേൾക്കാൻ സാധിക്കില്ല. അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? അതാണ് നാം തിരിച്ചറിയേണ്ട വലിയൊരു രഹസ്യം. അപ്പോൾ ഈ ദൈവീക രഹസ്യങ്ങൾ നാം കേൾക്കണമെങ്കിൽ കാലത്തിൻ്റെ പൂർണ്ണതയിൽ, അന്ത്യകാലത്ത് ആരെങ്കിലും പ്രസംഗിക്കണം. അതാരെങ്കിലും പ്രസംഗിച്ചാൽ പോരാ, ആരെങ്കിലും പ്രസംഗിക്കാൻ സാധിക്കില്ല. ദൈവം അയക്കണം, എന്നാലേ ഇത് പ്രസംഗിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? അപ്പോൾ അന്ത്യകാലത്ത് അയക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവം സ്വർഗത്തിൽ നിന്ന് അയക്കണം. ദൈവം ആയിരിക്കുന്നിടത്തുനിന്നല്ല അയക്കുക. അപ്പോൾ അയക്കപ്പെടാതെ ഇത് പ്രസംഗിക്കാനും സാധിക്കില്ല. പ്രസംഗിക്കാതെ നമുക്ക് കേൾക്കാനും സാധിക്കില്ല. നാം കേൾക്കാതെ നമുക്കത് ഗ്രഹിക്കാൻ സാധിക്കില്ല. നാം ഗ്രഹിക്കാതെ നമുക്ക് മാനസാന്തരപ്പെടാനും ഇതെല്ലാം സ്വന്തമാക്കാനും സാധിക്കില്ല. ആമോസ് 3:7. ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. ഇത് ഓരോ വിശ്വാസിയും തിരിച്ചറിയേണ്ട വലിയൊരു രഹസ്യമാണ്, ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ദൈവം അവിടുന്ന് പ്രവർത്തിക്കുന്നതിന് മുൻപ്, അഥവാ ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് അതിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരും. കാരണം എന്നാലാണ് ആ വാക്കുകൾ പൂർത്തിയാകുന്നതിൻ്റെ ഫലം നമുക്ക് കിട്ടുകയുള്ളൂ. ദൈവപിതാവിൻ്റെ ലക്ഷ്യം നാം രക്ഷ പ്രാപിക്കണമെന്നും നാം ദൈവത്തിൻ്റെ മഹത്വത്തിലും ഔന്നത്യത്തിലും പങ്കുകാരാകണമെന്നും അവിടുന്ന് മക്കൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന മക്കൾ സ്വന്തമാക്കണമെന്നും ആഗ്രഹിക്കുന്ന വാത്സല്യനിധിയായ പിതാവാണ്. അതുകൊണ്ട് അത് വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിൻ്റെ നീതിയാണ്. അപ്പോൾ അവിടുന്ന് ഈ വചനങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരും. നമ്മളെ കൊണ്ട് എല്ലാം പൂർത്തിയാകുന്നൊരു സമയമുണ്ട്, അതിനു മുമ്പ് വെളിപ്പെടുത്തി തരും. പക്ഷെ ഒരു ചോദ്യം ഉദിക്കും, ആരിലൂടെയാണ് വെളിപ്പെടുത്തി തരുന്നത്? അതിൻ്റെ ഉത്തരവാണ് ഈ വചനം പറയുന്നത്, തൻ്റെ ദാസരായ പ്രവാചകർ വഴി. പ്രിയപ്പെട്ടവരെ, അതല്ലാതെ വേറെ എവിടേക്കെങ്കിലും ഈ രഹസ്യം കിട്ടാൻ വേണ്ടി ഞാനോ നിങ്ങളോ നോക്കിയാൽ ആ രഹസ്യങ്ങൾ കിട്ടില്ല. ദൈവമാണ് രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരേണ്ടത്. ദൈവം പ്രവാചകർ വഴിയാണ് വെളിപ്പെടുത്തുക. അപ്പോൾ ദൈവം അയക്കുന്ന പ്രവാചകർ വഴി അല്ലാതെ അന്ത്യകാലത്ത് ഈ രഹസ്യങ്ങൾ വേറെ ഓരിൽ നിന്നും ലഭിക്കുകയില്ല. അവർ ഈ ലോകത്തിൽ എത്ര വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവരും എത്രമാത്രം വലിയ അഭിഷേകം അവകാശപ്പെടുന്നവരായാലും ദൈവം അയക്കുന്നവരിലൂടെ മാത്രമേ ഈ രഹസ്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവം ആരിലൂടെ വെളിപ്പെടുത്തുന്നുവോ അവരിലേക്ക് നോക്കണം. നമുക്ക് അവിടുന്ന് കിട്ടുകയുള്ളൂ. മലാഖി 3:1. ഇതാ, എനിക്ക് മുമ്പ് വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. ഇത് യേശുവിന് 1-ാം വരവിലെ കാര്യമല്ല. അത് വ്യക്തമായി വിശദമായി നമുക്ക് പരിശോധിക്കാനും തെളിയിക്കാനും കഴിയും. അതിന് കൂടുതൽ സമയം ആവശ്യമാണ്. അപ്പോൾ ഇതാ, എനിക്ക് മുമ്പ് വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. അപ്പോൾ ഈ മുൻപേ അയക്കുന്ന ദൂതൻ വഴി ആയിരിക്കും ഈ രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരിക. നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും. നിനക്ക് പ്രിയങ്കരനായ ഉടമ്പടിയുടെ ദൂതൻ ഇതാ വരുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. സ്നാപയോഹന്നാൻ ഉടമ്പടിയുടെ ദൂതനല്ല. അപ്പോൾ ഉടമ്പടിയുടെ ദൂതനായി ദൈവം അന്ത്യകാലത്ത് അയക്കുന്ന ഒരുവനിലൂടെ ആണ് ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരിക. നമ്മൾ ഈ ദൈവീയ രഹസ്യങ്ങളെക്കുറിച്ച് കേട്ടതെല്ലാം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. എന്നിട്ട് വേണം നാം തുടർന്ന് കേൾക്കാൻ. അപ്പോൾ ഈ ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുവാൻ ദൈവം അല്ലെങ്കിൽ ദൈവപുത്രൻ അവിടുന്ന് പ്രത്യക്ഷനാകുന്നതിന് മുൻപേ, അവിടുന്ന് വെളിപ്പെടുന്നതിന് മുൻപേ അവിടുത്തെ ദൂതനെ അയക്കും. അത് ദൈവം അയക്കുന്നതാണ്. അങ്ങനെ അയക്കപ്പെടാതെ പ്രസംഗിക്കാൻ സാധ്യമല്ല. അപ്പോൾ എന്തിനാ കർത്താവ് ദൂതൻ അയക്കുന്നത്?
നമ്മൾ പഠിക്കും. യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു. യെശയ്യാ പ്രവാചകൻ പുസ്തകം 42-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ വായിച്ചാൽ കാണാം. അവൻ്റെ 2-ാം വരവിൽ യേശു ക്രിസ്തു പ്രസംഗിക്കില്ല. തെരുവീതിയിൽ അവൻ്റെ സ്വരം കേൾക്കില്ല. അവന് സ്വരം ഉയർത്തില്ല. ചതഞ്ഞ ഞാങ്ങൻ അവൻ മുറുക്കില്ല. മങ്ങിയ തിരി കെടുത്തില്ല. അവൻ വിശ്വസ്തയോടെ നീതി സ്ഥാപിക്കും. ഇതവന് 1-ാം വരവിൽ സംഭവിച്ച കാര്യമല്ല, 2-ാം വരവിൽ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ യേശു ക്രിസ്തു നേരിട്ട് പഠിപ്പിക്കുകയോ ഇതൊന്നും ചെയ്യുകയോ ചെയ്യില്ല. മറിച്ച് അവൻ അയക്കുന്നവരിലൂടെയാണ് ഇത് പ്രഘോഷിക്കപ്പെടുക, ഇത് പ്രസംഗിക്കപ്പെടുക, ഇത് വെളിപ്പെടുത്തപ്പെടുക. യോഹന്നാൻ 13:20. അതുകൊണ്ട് യേശു ക്രിസ്തു ഒരു വലിയ താക്കീതായിട്ട് ഇത് പറഞ്ഞു വെച്ചു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത്. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ, പിതാവിനെ സ്വീകരിക്കുന്നു. അപ്പോൾ നമ്മൾ പിതാവിനെ സ്വീകരിക്കണം. നമ്മൾ പിതാവിൻ്റെ അടുക്കലാണ് എത്തേണ്ടത്. അത് യേശു ക്രിസ്തു വേറെയും പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്ത് എത്തുന്നില്ല. അപ്പോൾ നമ്മൾ പിതാവിൻ്റെ അടുത്ത് എത്തണം. എത്താതെ രക്ഷ പൂർണ്ണമാകില്ല. എത്താതെ നമുക്ക് ദൈവം ഒരുക്കിയിരിക്കും ഒന്നും നാം സ്വന്തമാക്കില്ല. പക്ഷെ പിതാവിൻ്റെ അടുത്ത് എത്താൻ ഒരു വഴിയേ ഉള്ളൂ, യേശു ക്രിസ്തു. അപ്പോൾ പിതാവിനെ സ്വീകരിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണം, അവൻ്റെ 1-ാം വരവിലും 2-ാം വരവിലും. പക്ഷേ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണമെങ്കിൽ യേശു ക്രിസ്തു അയക്കുന്നവനെ സ്വീകരിക്കണം. ഈ വഴിയല്ലാതെ ദൈവപുത്രനെ ആർക്കും സ്വീകരിക്കാൻ കഴിയില്ല, പ്രത്യേകിച്ച് അവൻ്റെ 2-ാം വരവിൽ. അങ്ങനെയല്ലാതെ ആർക്കും പിതാവിനെയും സ്വീകരിക്കാൻ കഴിയില്ല. വരുന്നവരെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ദൈവപുത്രൻ വരുമ്പോൾ അവനെ സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ, പിതാവ് വരുമ്പോൾ പിതാവിനെ സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ അവൻ അയച്ചവനെ സ്വീകരിക്കണം. അപ്പോൾ ഈ വചനം അതീവ ഗൗരവത്തോടെ ഓരോ ക്രിസ്തീയ വിശ്വാസിയും പരിശോധിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട വിഷയമാണ്. കൊളോസ്സോസ് 1:25-27. നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ ഭരമേൽപ്പിച്ച ദൗത്യം വഴി ഞാൻ സഭയിലെ ശുശ്രൂഷകനായി. ഇത് വീണ്ടും പറയുന്നു പൗലോസിനെ കുറിച്ചല്ല, കാരണം പൗലോസിനെ തൊട്ടടുത്ത് പറഞ്ഞ ദൗത്യം ചെയ്യാൻ കഴിയില്ല, ചെയ്തിട്ടില്ല. ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തുക എന്നതായിരുന്നു ആ ദൗത്യം. അപ്പോൾ അങ്ങനെ ഒരു ദൗത്യം പൗലോസിന് 2000 വർഷം മുമ്പോ കഴിഞ്ഞ 2000 വർഷം ആർക്കെങ്കിലുമോ ചെയ്യാൻ കഴിയില്ല. കാരണം അവസാന കാലമാകാതെ, ഈ ദൈവവചനത്തിൻ്റെ ഫലങ്ങൾ ലഭിക്കേണ്ട ഗണം വരാതെ, ആർക്ക് വേണ്ടി ദൈവം കാത്തു സൂക്ഷിച്ചുവോ ആ ഗണം എത്താതെ, കാലത്തിൻ്റെ പൂർണ്ണതയാകാതെ ഈ രഹസ്യങ്ങൾ, ദൈവവചനത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുക സാധ്യമല്ല. അത് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. തന്നെ നിഷേധിക്കാൻ ദൈവത്തിന് കഴിയില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കണം. ഇന്ന് വരെ ദൈവവചനം പൂർണ്ണമായി വെളിപ്പെട്ടിട്ടില്ല. മനുഷ്യൻ പഠിക്കുന്നുണ്ട്, റിസർച്ച് നടത്തുന്നുണ്ട്, PhD എടുക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്, എഴുതിക്കൊണ്ടേ ഇരിപ്പുണ്ട്. പക്ഷേ അതൊന്നും ദൈവവചനം വെളിപ്പെടുന്നതല്ല. അപ്പോൾ ദൈവവചനത്തിൽ അനേക കാര്യം മറക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പാണ്. അപ്പോൾ ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടണം എന്ന് നമുക്ക് ഉറപ്പായി. അപ്പോൾ ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടും എന്ന് നമുക്ക് ഉറപ്പായി. അത് ആരെങ്കിലും പ്രസംഗിക്കണ്ടേ? അപ്പോൾ ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തുക എന്ന ദൗത്യവുമായി ദൈവം അന്ത്യകാലത്ത് അയക്കുന്നവനെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ പൗലോസിലൂടെ എഴുതി വച്ചിരിക്കുന്നത്. അത് 2000 വർഷം മുമ്പ് സംഭവിച്ച കാര്യമല്ല, 2000 വർഷം മുമ്പ് ജീവിച്ച ആരെക്കുറിച്ചുമല്ല. ഇത് ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട്, ദൈവജ്ഞാനത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വചനമായി കേട്ടാൽ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ ഭരമേൽപ്പിച്ച, അത് ഈ ലോകത്തിൽ ഒരു അധികാരിയുമല്ല ഭരമേൽപ്പിച്ചത്, ഒരു സഭാധികാരിയുമല്ല ഭരമേൽപ്പിക്കുന്നത്. അതിന് മുകളിലാണ് ഈ ദൗത്യം, അതിന് മുകളിലാണ് ഈ അയക്കപ്പെടുന്നവൻ. നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ ഭരമേൽപ്പിച്ച ദൗത്യം വഴി ഞാൻ സഭയിലെ, അത് കൊളോസോസിലെ സഭയിലല്ല, അല്ലെങ്കിൽ കൊറിന്തോസിലെ സഭയിലല്ല, അന്ത്യകാലത്ത് ദൈവപുത്രൻ അവൻ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ഒരുക്കുന്ന സഭയിൽ, ആർക്ക് വേണ്ടിയാണോ ഈ രഹസ്യങ്ങൾ അന്ത്യകാലം വരെ ദൈവം കാത്തു സൂക്ഷിച്ചത്, ആ ദൈവമക്കളുടെ സമൂഹത്തിൽ ശുശ്രൂഷകനായി ദൗത്യം നൽകി ദൈവപിതാവ് അയക്കുന്നവനെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാം വളരെ കൃത്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. വചനം ശ്രദ്ധിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ ഭരമേൽപ്പിച്ച ദൗത്യം വഴി ഞാൻ സഭയിലെ ശുശ്രൂഷകനായി.
ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തുക എന്നതായിരുന്നു ദൗത്യം. അപ്പോൾ അങ്ങനെ ഒരു ദൗത്യമായി ദൈവം അയക്കുന്നവനുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പാണ്, അവൻ വഴി ആയിരിക്കണം ഈ ദൈവിക രഹസ്യങ്ങളെല്ലാം നമുക്ക് വെളിപ്പെട്ട് കിട്ടുക. കാരണം പ്രസംഗിക്കാതെ നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. എഫെസോസ് 3:5-12 ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും മറ്റ് പ്രവാചകന്മാർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റ് തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല. ദൈവത്തിൻ്റെ കൃപാവരത്താൽ ഞാൻ ഈ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായി. ഇത് പൗലോസിനെ കുറിച്ചല്ല നമ്മൾ കണ്ടു. അന്ത്യകാലത്ത് ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവൻ പറയുക, അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടത്രേ എനിക്ക് ഈ കൃപാവരം നൽകപ്പെട്ടത്. അപ്പോൾ ദൈവശക്തിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഈ ദൗത്യം നൽകപ്പെട്ടവനിൽ ഈ കൃപാവരം ചൊരിയപ്പെട്ടപ്പോഴാണ്, അതിൽ പൂർണ്ണതയിൽ നിറഞ്ഞപ്പോഴാണ് ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്താനുള്ള ദൗത്യവും അവൻ നൽകപ്പെട്ടതും അതവന് ചെയ്യാൻ സാധിക്കുന്നു. വിജാതീയരോട് യേശു ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനും നമ്മൾ കണ്ടു. ദൈവപുത്രൻ യേശു ക്രിസ്തു രഹസ്യമാണ്. അപ്പോൾ അവൻ്റെ സമ്പന്നത വെളിപ്പെടുത്തപ്പെടുന്ന അന്ത്യകാലത്ത് മാത്രമാണ്. സകലത്തിൻ്റെയും സ്രഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം. അപ്പോൾ ഈ രഹസ്യം മുഴുവൻ ദൈവത്തിലായിരുന്നു. സകലത്തിൻ്റെയും സ്രഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനും ഉതകുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ എനിക്ക് നൽകപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഒരു വരം നൽകപ്പെട്ട ഒരുവനുണ്ട്. അത് പൗലോസ് അല്ല, അത് 2000 വർഷം മുമ്പല്ല. അപ്പോൾ ഈ രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കണമെങ്കിൽ അത് വെളിപ്പെടുത്താൻ ഉതകുന്ന ഒരു വരം ലഭിക്കണം. ആ വരം നൽകപ്പെട്ടവനാണ് ഈ ദൗത്യവുമായി അയക്കപ്പെടുന്നവൻ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അങ്ങനെ ഒരു വരം നൽകി ഒരു അന്ത്യകാലത്ത് അയക്കപ്പെടും. അവൻ വഴിയാണ് രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുക. സ്വർഗീയിടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിൻ്റെ ബഹുമുഖജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത്. അപ്പോൾ ഈ ലോകത്തിലെ സകല സ്വർഗീയിടങ്ങളിലുള്ള സകല ശക്തികൾക്കും അധികാരങ്ങൾക്കും ഈ ദൈവത്തിൻ്റെ ബഹുമുഖജ്ഞാനം വ്യക്തമാക്കി കൊടുക്കുന്നത് ഈ ദൈവപുത്രൻ അവന് കൂട്ടിക്കൊണ്ടുപോകാൻ ഒരുക്കുന്ന ഈ സമൂഹത്തിലൂടെയാണ്. അതിനാണ് ഈ അയക്കപ്പെട്ടവൻ ഇപ്രകാരം ചെയ്തത്, ദൈവം ഇപ്രകാരം ചെയ്യുന്നത്. ഇത് നാം ഓരോരുത്തരും ഓരോ വചനവും എടുത്ത് അഗാധമായി ധ്യാനിക്കേണ്ട വിഷയമാണ്. ഇപ്രകാരം ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ട അവിടുത്തെ നിത്യമായ ഉദ്ദേശത്തിന് വേണ്ടിയാണ്. അവനുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട്. ഈ വെളിപ്പെടുത്തപ്പെട്ട രഹസ്യങ്ങൾ നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടിയുള്ളവയാണ്. അപ്പോൾ അവരെക്കുറിച്ച് തന്നെ പറയുന്നത് ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയുള്ള ഒരു ഗണം. മരിച്ചിട്ട് ആത്മാവ് എവിടെയോ പോകുന്ന കാര്യമല്ല, ജീവിച്ചിരിക്കെ തന്നെ ശരീരത്തോടുകൂടി ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയുള്ള ഒരു ഗണം. അങ്ങനെ ഗണത്തെക്കുറിച്ച് ബൈബിളിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അനേക കാര്യങ്ങൾ. അപ്പോൾ ഈ രഹസ്യങ്ങൾ ദൈവം കാത്തു സൂക്ഷിച്ചിരിക്കുന്നത് അവർക്ക് വേണ്ടിയാണ്. ജീവിച്ചിരിക്കെ തന്നെ ശരീരത്തോടുകൂടി ദൈവത്തെ ഇന്നുവരെ ആർക്കും അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന, ആർക്കും ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ലാത്ത, ആർക്കും അടുത്തെത്താൻ പോലും കഴിയാത്ത അത്ര ശക്തിസ്വരൂപനായ, സത്യസ്വരൂപനായ, അത്യുഗ്രനായ, സർവശക്തനായ, എല്ലാറ്റിൻ്റെയും ഉടയവനായ ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയുള്ള ഒരു ഗണം. അവർക്കാണ് ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ആ ഗണത്തിന് മുൻപിലേക്ക് ദൗത്യവുമായി അയക്കപ്പെടുന്നവനെ കുറിച്ചാണ് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ രഹസ്യങ്ങൾ അപ്പോൾ മാത്രമേ, ഇങ്ങനെ മാത്രമേ, ഈ അയക്കപ്പെടുന്നവനിലൂടെ മാത്രമേ വെളിപ്പെടുത്തപ്പെടുകയുള്ളൂ. 1 തെസ്സലോനിക്ക 2:13. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവവചനം, ദൈവം ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരാൻ അയക്കുന്നവരിൽ നിന്ന്
നമ്മൾ ശ്രവിക്കുന്ന ദൈവവചനം മനുഷ്യരുടെ വചനമായിട്ടല്ല, വിശ്വാസികളായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത്. അതിന് ഞങ്ങൾ നിരന്തരം ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ അങ്ങനെ സ്വീകരിക്കണം. ദൈവം അയക്കുന്നവരിലൂടെ ദൈവം വെളിപ്പെടുത്തരുന്ന, ദൈവം സംസാരിക്കുന്ന വചനങ്ങൾ മനുഷ്യൻ്റെ വചനമായിട്ടല്ല, ദൈവത്തിൻ്റെ, വിശ്വാസികളായ നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവം. അപ്പോൾ വിശ്വാസികളിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അപ്പോൾ വിശ്വാസികളായ നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ, ജീവിക്കുന്ന സത്യദൈവത്തിൻ്റെ, ഏക സത്യദൈവത്തിൻ്റെ ജീവിക്കുന്ന വചനമായിട്ട് വേണം നമ്മൾ സ്വീകരിക്കാൻ. അഥവാ നാം ദൈവസ്വരമായി കേൾക്കണം. അങ്ങനെ കേൾക്കണമെന്ന് തന്നെയാണ് വചനം എഴുതിയിരിക്കുന്നത്. അങ്ങനെ കേൾക്കാത്തവർക്കാണ് ഈ ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ ഒരു ഫലവും സ്വന്തമാക്കാൻ കഴിയാത്തത്. സ്നാപകനാ പറഞ്ഞത്, ദൈവത്തിൻ്റെ വാക്കായി കേട്ടവർ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു. യേശുക്രിസ്തു പറഞ്ഞത്, ദൈവത്തിൻ്റെ വചനമായി സ്വീകരിച്ചവർ അവനിൽ വിശ്വസിച്ച് അവൻ തന്ന രക്ഷ സ്വന്തമാക്കി. ഇത് തന്നെയാണ് രണ്ടാം വരവിലും, ഇത് തന്നെയാണ് കർത്താവിൻ്റെ വീണ്ടും വരവിൽ അഥവാ അന്ത്യകാലത്തും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇങ്ങനെ ദൈവം സംസാരിക്കുമ്പോൾ, ദൈവം അയക്കുന്നവരിലൂടെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ, അത് 2000 വർഷം മുമ്പായാലും ഇപ്പോഴായാലും എന്താണ് മനുഷ്യൻ്റെ മനോഭാവം? 2000 വർഷം മുമ്പ് എന്തായിരുന്നു ദൈവജനത്തിൻ്റെയും ദൈവജനത്തിലെ അധികാരികളുടെയും പണ്ഡിതരുടെയും ശ്രേഷ്ഠരുടെയും മനോഭാവമെന്നും പെരുമാറ്റമെന്നും ഒക്കെ സുവിശേഷം എഴുതപ്പെട്ടിട്ടുണ്ട്. നാം നിരന്തരം വായിക്കുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 28-29. ജന്മനാ അന്ധനായി ജനിച്ചവനെ കർത്താവ് സുഖപ്പെടുത്തിയപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ അവനെ വിളിച്ച് നിരന്തരം ചോദ്യം ചെയ്ത അന്നത്തെ പുരോഹിത ഗണവും നേതാക്കന്മാരും പറയുന്ന കാര്യമാണ്. അവനെ ശകാരിച്ചുകൊണ്ട് അവർ, പുരോഹിതരും ഫരിസേയരും പറഞ്ഞു, നീയാണ് അവൻ്റെ ശിഷ്യൻ. അന്തം ചോദിച്ചു, നിങ്ങളെന്താ വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നേ? നിങ്ങൾക്ക് അവൻ്റെ ശിഷ്യനാവണോ? അപ്പോൾ അവരവനെ ശകാരിച്ചുകൊണ്ട് പറയാ, നീയാണ് അവൻ്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്. നീയാണ് അവരുടെ ശിഷ്യൻ, അവൻ്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്. ദൈവം മോശയോട് സംസാരിച്ചു എന്ന് ഞങ്ങൾക്കറിയാം, എന്നാൽ ഈ മനുഷ്യൻ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ജന്മന അന്ധനായി ജനിച്ചവൻ എന്ന് പറഞ്ഞാൽ പാപത്തിൽ ജനിച്ചു എന്ന് മനുഷ്യൻ കരുതുന്ന ആ മനുഷ്യൻ പോലും പറയുന്നുണ്ട്, ഇതെത്ര വിചിത്രമായിരിക്കുന്നു. ഇതുവരെ ആരും ജന്മന അന്ധനായി ജനിച്ചതിന് കണ്ണ് തുറന്നിട്ടില്ല. ഈ മനുഷ്യൻ്റെ കണ്ണ് തുറന്നു. അവൻ ദൈവത്തിനല്ല, പിന്നെ എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് അവന് പോലും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ പണ്ഡിതർക്കും പുരോഹിതർക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്താണ് അവർക്ക് കാണാൻ കഴിയാത്തതെന്നും ഗ്രഹിക്കാൻ കഴിയാത്തതെന്നും പരിശോധിക്കണ്ടേ? അത് തന്നെ രണ്ടാം വരവിലും ആവർത്തിക്കുമ്പോൾ തിരിച്ചറിയാൻ കഴിയണ്ടേ? പ്രിയപ്പെട്ടവരെ, ഇതേ യുവതൻ പറഞ്ഞു ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്. എന്നാൽ ഇതേ മോശ വഴി തന്നെയാണ് ഹോറേബ് മലയിൽ ദൈവം കൽപ്പന കൊടുത്തത്. നിയമാവർത്തനം 18:15. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും. അവൻ്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത്. അപ്പോൾ ദൈവം കൽപ്പന കൊടുത്തത് എന്തായിരുന്നു? അല്ലെങ്കിൽ ഉടമ്പടി എന്തായിരുന്നു? മോശ വഴിയാണ് കർത്താവ് നിയമം നൽകിയത്. മോശ വഴിയാണ് നിയമം നൽകപ്പെട്ടത്. അപ്പോൾ രക്ഷകൻ വരുന്നത് വരെ മോശ പറയുന്നത് അനുസരിക്കണം, ആണ് നിയമം. എന്നാൽ രക്ഷകൻ വന്നാൽ ഈ മോശയെ കൊണ്ട് തന്നെ ദൈവം പറയിപ്പിച്ചു, രക്ഷകൻ്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത്. യേശുക്രിസ്തു പറയുന്ന പിന്നെ കേൾക്കേണ്ടത്. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനല്ല വന്നത്, പൂർത്തിയാക്കാനാണ് വന്നത്. പക്ഷെ അത് ഗ്രഹിക്കാനോ അതൊന്ന് ഉൾക്കൊള്ളാനോ അവൻ്റെ വാക്കുകൾക്ക് കീഴ്പ്പെടാനോ ഈ സിംഹാസനങ്ങൾ വാണരുളിയവർക്ക് തങ്ങളെ തന്നെ കുറിച്ച് തന്നെ തങ്ങൾ പണ്ഡിതരാണ്, അറിയുന്നവരാണ്, പാരമ്പര്യമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് കഴിഞ്ഞില്ല. അത് ഗ്രഹിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അവരെന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് മോശയുണ്ട്, ഞങ്ങൾക്ക് 1500 വർഷത്തെ പാരമ്പര്യമുണ്ട്, ഞങ്ങൾക്ക് മുൻപ് പഠിപ്പിച്ച റബ്ബിമാരുടെ പഠനങ്ങളുണ്ട്, ഞങ്ങൾക്ക് അനേകം ഗ്രന്ഥങ്ങളുണ്ട്, ഞങ്ങൾക്ക് അനേകം പഠനങ്ങളുണ്ട്, പ്രബോധനങ്ങളുണ്ട്, ഞങ്ങൾക്കെല്ലാം ഉണ്ട്, ഞങ്ങൾ പഠിച്ചവരാണ്. അതുകൊണ്ട് അവരാരും ദൈവം വെളിപ്പെടുത്തി കൊടുത്തതൊന്നും ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനോ തയ്യാറായില്ല. ഇത് നമുക്ക് പാഠമായി എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു 2000 വർഷം മുമ്പ് പിതാവിനെ വെളിപ്പെടുത്തി. ഉപമകൾ വഴിയാണ്, അസ്പഷ്ടമായിട്ടാണ്, എങ്കിലും പിതാവിനെയാണ് യേശുക്രിസ്തു വെളിപ്പെടുത്തിയത്. കാരണം യേശുക്രിസ്തുവാണ് പിതാവിനെ വെളിപ്പെടുത്തി തരുന്നവൻ. അപ്പോൾ ദൈവവചനത്തിലൂടെ
ദൈവപിതാവിനെയാണ് യേശുക്രിസ്തു വെളിപ്പെടുത്തി കൊടുത്തത്. പക്ഷെ അവിടെ ഗ്രഹിക്കാൻ സാധിച്ചില്ല. ദൈവവചനത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളാണ് യേശുക്രിസ്തു പ്രസംഗിച്ചത്. യേശുക്രിസ്തു പ്രസംഗിച്ച ഒരേ ഒരു വിഷയം ദൈവരാജ്യമാണ്. ഈ ലോകത്തിൽ എങ്ങനെ സമ്പത്തുണ്ടാക്കാം, ഇവിടെ എങ്ങനെ പുതിയ ബിസിനസ് തുടങ്ങാം, ഇവിടെ എങ്ങനെ വിദേശ ആളുകളെ കയറ്റി അയക്കാം, ഇവിടെ എങ്ങനെ മഹത്വം നേടാം, ഇവിടെ എങ്ങനെ പേരും പ്രശസ്തി നേടാം, ഇവിടെ എങ്ങനെ അധികാരം നേടാം. ഇതൊന്നും കർത്താവ് പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിക്കാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ യേശുക്രിസ്തു പഠിപ്പിച്ച ഒരേ ഒരു വിഷയം ദൈവരാജ്യം. പക്ഷേ ഇതെല്ലാം പറഞ്ഞിട്ടും അവർക്കൊന്നും മനസ്സിലായില്ല. ദൈവം പരിശുദ്ധാത്മാവ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 1 കൊരിന്തോസ് 2:7-8. രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അപ്പോൾ ദൈവം അയക്കുന്നവർ പ്രസംഗിക്കുന്നത് രഹസ്യമായതാണ്, നിഗൂഢമായ ദൈവിക ജ്ഞാനമാണ്. അപ്പോൾ ഈ ദൈവിക ജ്ഞാനം അന്നോളം രഹസ്യമാണ്, അന്നോളം നിഗൂഢമായതാണ്, കേട്ടിട്ടില്ലാത്തതാണ്. അപ്പോൾ കേട്ടിട്ടില്ലാത്ത കാര്യം കേൾക്കുമ്പോൾ പലരും എന്ത് ചെയ്യും? ഞങ്ങളിങ്ങനെയല്ല പഠിച്ചേക്കുന്നത്, ഞങ്ങളുടെ പണ്ഡിതന്മാർ ഇങ്ങനെയല്ല പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അത് ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കാൻ പോലും കഴിയുന്നില്ല, അത് ദൈവിക ജ്ഞാനമാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല. അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുൻപേ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് 2000 വർഷം മുമ്പ് പ്രസംഗിക്കപ്പെട്ട സുവിശേഷമല്ല, നമ്മുടെ മഹത്വത്തിനായി പ്രഘോഷിക്കപ്പെടുന്ന ഈ സുവിശേഷത്തിൻ്റെ പൂർണ്ണതയാണ്. അപ്പോൾ അങ്ങനെ ഒരു സുവിശേഷം അന്ത്യകാലത്ത് പ്രസംഗിക്കപ്പെടും. കാരണം നമ്മൾ മഹത്വം പ്രാപിക്കുന്നത്, എഴുതപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ, മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നാമും അവനോടൊപ്പം മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ നാം നിത്യജീവൻ പ്രാപിച്ച് നാം സ്വർഗീയ ശരീരമുള്ളവരായി മാറുമ്പോഴാണ് നാം മഹത്വത്തിൽ കാണപ്പെടുന്നത്. താബോർ മലയിൽ യേശു ക്രിസ്തു മഹത്വത്തിൽ കാണപ്പെട്ടതുപോലെ നമ്മളും മഹത്വത്തിൽ കാണപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മഹത്വത്തിൽ കാണപ്പെടുന്നതിൻ്റെ സുവിശേഷമാണ് അന്ത്യകാലത്ത് പ്രസംഗിക്കപ്പെടുന്ന സദ്വാർത്ത. അപ്പോൾ ഈ സദ്വാർത്തയെക്കുറിച്ചും എഴുതപ്പെട്ടിരിക്കുന്നു, അത് രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ്. ഈ ലോകത്തിൻ്റെ അധികാരികളിൽ ആർക്കും, വചനത്തിൻ്റെ ഗൗരവം നോക്കണേ, ഈ ലോകത്തിൻ്റെ അധികാരികളിൽ, ദൈവജനത്തിൻ്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചില്ല. അന്നും ഇന്നും സാധിച്ചിരുന്നെങ്കിൽ മഹത്വത്തിൻ്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല. അതിപ്പോൾ എല്ലാവരും സമ്മതിക്കും. യേശു ക്രിസ്തു പറഞ്ഞത് എന്താണെന്ന് ഗ്രഹിക്കാൻ പോലും കഴിയാത്തത് കൊണ്ടാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അവർ കർത്താവിനെ കുരിശിൽ തറച്ചത്. അപ്പോൾ അവനെ തള്ളിക്കളഞ്ഞത്, അവനെ തിരസ്കരിച്ചത്, അവന് പറഞ്ഞ് ഗ്രഹിക്കാൻ കഴിയാഞ്ഞതുകൊണ്ടാണ്. ഒരു കാരണം, പല കാരണം ബൈബിളിൽ കാണും. അപ്പോൾ ഇത് തന്നെ കർത്താവിന് 2ാം വരവിലും സംഭവിക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അന്ത്യകാലത്തും ഈ ദൈവിക രഹസ്യങ്ങൾ പൂർണ്ണമായി വെളിപ്പെടുത്തപ്പെടണം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 25-ാമത്തെ വചനം. ഉപമകൾ വഴിയാണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഉപമകൾ വഴിയല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു, അപ്പോൾ പിതാവിനെപ്പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും. ഇപ്പോൾ 2000 വർഷം മുമ്പ് യേശുക്രിസ്തു പിതാവിനെ പറ്റി പഠിപ്പിച്ചു, പക്ഷേ ഉപമകൾ വഴിയാണ്, അത് അസ്പഷ്ടമായിട്ടാണ്. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, അവൻ്റെ 2ാം വരവിൽ അവൻ പിതാവിനെപ്പറ്റി സ്പഷ്ടമായി പഠിപ്പിക്കും. അപ്പോൾ പിതാവിനെപ്പറ്റി നാം സ്പഷ്ടമായി അറിയുന്നത് അന്ത്യകാലത്ത് മാത്രമാണ്, യേശുക്രിസ്തുവിന് 2ാം വരവിൽ മാത്രമാണ്. ഇപ്പോൾ ഇവിടെ ഒരു വചനം അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നു, ലോകം ദൈവത്തെ, പിതാവിനെ അറിയുന്നില്ല. ലൗകിക വിജ്ഞാനത്താൽ ലോകത്തിന് ദൈവത്തെ അറിയാൻ കഴിയുകയുമില്ല. അപ്പോൾ അവിടെയാണ് നാം ഈ യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടത്. അപ്പോൾ അന്ത്യകാലത്ത് ദൈവപിതാവിനെ നാം പൂർണ്ണമായി അറിയുന്ന ഒരു സമയമുണ്ട്, അതറിയുന്ന ഒരു ഗണമുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായി വെളിപ്പെട്ട് കിട്ടണം. ഈ വെളിപ്പെടുത്തി തരുന്ന ദൗത്യത്തെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഈ ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തരുന്ന ദൗത്യവുമായി ദൈവം ഒരുവനെ അയക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോൾ നമുക്കുള്ള അറിവ്, ഇന്ന് വരെ ഉണ്ടായിരുന്ന ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അപൂർണമാണ്. 1 കൊരിന്തോസ് 13:10. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കണം. അപ്പോൾ പൂർണ്ണമായത് വെളിപ്പെട്ട് കിട്ടുമ്പോൾ, പൂർണ്ണമായത് ലഭിക്കുമ്പോൾ വീണ്ടും അപൂർണമായതും പിടിച്ചുകൊണ്ടിരുന്നാൽ എന്തൊരു ദുരന്തമായിരിക്കും. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനല്ല വന്നത്, പൂർത്തിയാക്കാനാണ്.
പക്ഷെ പൂർണ്ണമായത് ലഭിക്കുമ്പോഴും അപൂർണമായതും പിടിച്ചിരിക്കുന്നു മനുഷ്യൻ. അപ്പോൾ പൂർണ്ണമായതാണെന്ന് ഗ്രഹിക്കാനോ അത് സ്വീകരിക്കാനുള്ള ഹൃദയത്തുറവിയോ ജ്ഞാനമോ എളിമയോ ഇല്ലാത്തത് കൊണ്ടല്ലേ അത് സ്വീകരിക്കാൻ പറ്റാത്തത്? 1 യോഹന്നാൻ 5:20 ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അറിയാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് 2000 വർഷം മുമ്പത്തെ കാര്യമല്ല. നമ്മളിപ്പോൾ കണ്ടു, യേശുക്രിസ്തു അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് ദൈവപിതാവിനെ പൂർണ്ണമായി സ്പഷ്ടമായി വെളിപ്പെടുത്തി തരുന്നത് അവൻ്റെ 2ാം വരവിലാണ്, 1ാം വരവിലല്ല. ദൈവപിതാവിൻ്റെ പേര് പോലും, ദൈവപിതാവിൻ്റെ പരിശുദ്ധമായ നാമം പോലും യേശുക്രിസ്തു വെളിപ്പെടുത്തി തരും എന്ന് പ്രവചിച്ചിട്ടുണ്ട്, പക്ഷേ 1ാം വരവിൽ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ നാമം പോലും നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് കർത്താവിൻ്റെ 2ാം വരവിലാണ്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന വചനം നമ്മൾ യഥാർത്ഥമാകണമെങ്കിൽ, അത് അറിഞ്ഞ് പ്രാർത്ഥിക്കണമെങ്കിൽ ആ നാമം അറിയണം. ആ നാമം വെളിപ്പെട്ട് കിട്ടുന്നത് കർത്താവിൻ്റെ 2ാം വരവിലാണ്. അപ്പോൾ ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അറിയാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു. ഈ രണ്ടും സംഭവിക്കുന്നത് 2ാം വരവിലാണ്. അപ്പോൾ ഈ കഴിവ് നമുക്ക് കിട്ടിയാൽ, ദൈവപിതാവിനെ അറിയാനുള്ള കഴിവ് നമുക്ക് കിട്ടിയാൽ, വെളിപ്പെട്ട് കിട്ടിയാൽ, അതിനർത്ഥം ദൈവപുത്രൻ വീണ്ടും വന്നു എന്ന് തന്നെയാണ്. നാം ആകട്ടെ സത്യസ്വരൂപനിലും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിലുമാണ്. ഇവനാണ് സത്യജീവനും നിത്യജീവനും. അപ്പോൾ നിത്യജീവൻ നമുക്ക് ലഭിക്കാൻ പോകുന്നേ ഉള്ളൂ. യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിലാണ് നിത്യജീവൻ ലഭിക്കുന്നത്. 1ാം വരവിൽ ആർക്കും നിത്യജീവൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് കർത്താവിൻ്റെ 2ാം വരവിലാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് 2000 വർഷം മുമ്പ് യേശുക്രിസ്തു വെളിപ്പെടുത്തി കൊടുത്ത് സംസാരിച്ചപ്പോൾ, ദൈവരാജ്യത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞപ്പോൾ, ദൈവപിതാവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അന്ന് അവർ തിരസ്കരിക്കുന്ന പോലെ തന്നെ ഇന്നും തിരസ്കരിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. 1 പത്രോസ് 2:4 അതിനാൽ സജീവശിലയായ അവനെ നമുക്ക് സമീപിക്കാം. ഇത് പത്രോസിനെ കൊണ്ടാണ് ദൈവം പറയിപ്പിക്കുന്നത് കേട്ടോ. സജീവശിലയായ എന്നെ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഞാനാണ് മൂലക്കല്ലെന്ന് ശിമയോൻ പത്രോസ് എവിടെയും പറഞ്ഞിട്ടില്ല. ഞാനാണ് അടിസ്ഥാനം, ഞാനാണ് സഭയുടെ മൂലക്കല്ലെന്ന് ശിമയോൻ പത്രോസ് അവകാശപ്പെട്ടിട്ടില്ല. അതിനാൽ സജീവശിലയായ അവനെ നമുക്ക് സമീപിക്കാം, ദൈവപുത്രനെ. മനുഷ്യർ തിരസ്കരിച്ചതും ദൈവം തെരഞ്ഞെടുത്തതുമായ അമൂല്യശിലയാണ് അവൻ. അപ്പോൾ 1ാം വരവിൽ പത്രോസിൽ ഒരു സഭ സ്ഥാപിക്കുന്ന കർത്താവ് പറഞ്ഞെങ്കിൽ, അവൻ്റെ 2ാം വരവിലാണ് യേശുക്രിസ്തു തന്നെയാകുന്ന മൂലക്കല്ലിൽ ഒരു സഭ സ്ഥാപിക്കപ്പെടും. ആ മൂലക്കല്ലിനെ മനുഷ്യർ തിരസ്കരിക്കും. അവൻ്റെ ജനമെന്ന് അവകാശപ്പെടുന്നവർ പോലും തിരസ്കരിക്കുമെന്ന് 2000 വർഷം മുമ്പ് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവചിച്ചു വെച്ചു പരിശുദ്ധ ബൈബിളിൽ. മനുഷ്യർ തിരസ്കരിച്ചതും ദൈവം തിരഞ്ഞെടുത്തതുമായ അമൂല്യശിലയാണ് അവൻ. അത് പഴയ കാര്യമല്ലെന്ന് ലേഖനങ്ങൾ പരിശോധിച്ചാൽ കാണാം. എഫെസോസ് 2:19 എഴുതിയിട്ടുണ്ട്. ഇങ്ങനൊരു സമൂഹമായി നമ്മൾ പടുത്തുയർത്തപ്പെടുകയാണ്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെടുന്നവരാണ് നമ്മൾ. അതിൻ്റെ മൂലക്കല്ല് ക്രിസ്തുവാണ്. അപ്പോൾ യേശു ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ ഒരു സമൂഹം പണിതുയർത്തപ്പെടും അന്ത്യകാലത്ത്. 1 പത്രോസ് 2:6-8 ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു. ഇതാ, സിയോനിൽ ഞാനൊരു കല്ല് സ്ഥാപിക്കും, തിരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മൂലക്കല്ല്, യേശു ക്രിസ്തുവാകുന്ന മൂലക്കല്ല്, വീണ്ടും വരുന്ന യേശു ക്രിസ്തുവാകുന്ന മൂലക്കല്ല്. അത് സ്ഥാപിക്കപ്പെടുന്ന സിയോനിലാണ്. അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. ഇപ്പം എന്താ വിശ്വസിക്കാൻ പറ്റാത്തതിന് കാരണം? താഴെ എഴുതിയിട്ടുണ്ട്. വിശ്വസിക്കുന്ന നിങ്ങൾക്കത് അഭിമാനമാണ്. വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. എപ്പോൾ? കാലത്തിൻ്റെ പൂർണ്ണതയിൽ. അപ്പോൾ കാലത്തിൻ്റെ പൂർണ്ണതയിൽ ഈ ഭൂമിയിൽ ഞങ്ങൾ കർത്താവിൻ്റെ വേലക്കാരാണ്, ഞങ്ങൾ കർത്താവിൻ്റെ പണിക്കാരാണ് എന്ന് അവകാശപ്പെടുന്നവരെല്ലാം ഈ മൂലക്കല്ലിനെ തിരസ്കരിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എന്താ കാര്യം? ഈ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ, ഈ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെടുന്ന ദൈവരാജ്യത്തിൻ്റെ നിത്യജീവൻ്റെ സദ്വാർത്ത പ്രഘോഷിക്കപ്പെടുമ്പോൾ അത് ഗ്രഹിക്കാൻ സാധിക്കില്ല.
രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനം ദൈവം അയച്ചവർ വെളിപ്പെടുത്തുമ്പോൾ അത് ഗ്രഹിക്കാൻ സാധിക്കാഞ്ഞതിനാൽ അവർ തള്ളിക്കളയും. അതവർക്ക് തട്ടി വീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയുമായിരിക്കും. എന്നാൽ വചനത്തെ ധിക്കരിക്കുന്ന അവർ വിധിക്കപ്പെട്ടിരിക്കുന്ന പോലെ തട്ടി വീഴുന്നു. എന്താ തട്ടി വീഴാൻ കാരണം? ഈ മൂലക്കല്ലിനെ സ്വീകരിക്കാൻ പറ്റുന്ന കാര്യം എന്താ? ദൈവവചനത്തെ ധിക്കരിക്കുന്നതുകൊണ്ടാണ്. പാരമ്പര്യത്തിൻ്റെ പേരിൽ, ഭൗതിക തത്വശാസ്ത്രങ്ങളുടെ പേരിൽ, ലോകത്തിൻ്റെ തത്വശാസ്ത്രങ്ങളുടെ പേരിൽ, ഭൗതിക വിജ്ഞാനത്തിൻ്റെ പേരിൽ അനേകം ദൈവവചനത്തെ വ്യാഖ്യാനിച്ച് വെള്ളം ചേർത്ത് മായം ചേർത്ത് നിരർത്ഥകമാക്കി കളഞ്ഞു പണ്ഡിതന്മാർ. അതുകൊണ്ട് വചനത്തെ ധിക്കരിക്കുന്നവർ തട്ടി വീഴും. വീഴാൻ വേണ്ടിയാണ് കർത്താവ് ആ കല്ല് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ 2000 വർഷം മുമ്പ് തട്ടി വീണതുപോലെ 2000 വർഷം മുമ്പ് ഉണ്ടായിരുന്ന അതേ മനോഭാവത്തോടെയാണ് ഇന്നും ദൈവം ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുമ്പോൾ മനുഷ്യന് പ്രതികരിക്കുക. ഞങ്ങൾക്ക് സഭയുണ്ട്, ഞങ്ങൾക്ക് പണ്ഡിതന്മാരുണ്ട്, ഞങ്ങൾക്ക് ദൈവശാസ്ത്രമുണ്ട്, ഞങ്ങൾക്ക് പാരമ്പര്യമുണ്ട്, ഞങ്ങൾക്ക് 2000 വർഷത്തെ പാരമ്പര്യമുണ്ട്, ഞങ്ങൾക്കെല്ലാം വേണ്ടത് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നവർ കാണിക്കുന്ന മനോഭാവം ഇതാണ്. ദൈവത്തിന് രഹസ്യങ്ങളുണ്ട്, ഈ ദൈവരഹസ്യം ദൈവം വെളിപ്പെടുത്തി തരും. ഇതൊക്കെ തിരിച്ചറിയാനോ അതിനു മുമ്പിൽ കീഴ്പ്പെടാനോ എളിമപ്പെടാനോ കഴിയാത്ത വണ്ണം ഇത്രമാത്രം ആത്മീയ അന്ധതയിലും അഹങ്കാരത്തിലും മനുഷ്യൻ ആയിത്തീരുമെന്നാണ് ദൈവം മുൻകൂട്ടി പ്രവചിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ വെളിപ്പെട്ട കാര്യങ്ങളിൽ PhD ഉണ്ടെങ്കിലും, എന്തെല്ലാം അറിവുണ്ടെങ്കിലും, എത്രമാത്രം പഠനങ്ങളും പ്രബോധനമുണ്ടെങ്കിലും ദൈവീക രഹസ്യങ്ങൾ ഉണ്ട് എന്നും ഈ ദൈവീക രഹസ്യങ്ങൾ ദൈവം യഥാസമയം വെളിപ്പെടുത്തി തരുമെന്നും തിരിച്ചറിയണ്ടേ? ഈ ദൈവീക രഹസ്യം ദൈവം വെളിപ്പെടുത്തി തരുന്ന മാർഗം ഏതാണെന്ന് അറിഞ്ഞ് ആ വഴിയിലൂടെ അത് സ്വന്തമാക്കാനുള്ള എളിമയും വിവേകവും നമുക്കുണ്ടാകണ്ടേ? അപ്പോൾ 2000 വർഷം മുമ്പ് ദൈവജനവും അവരുടെ നേതാക്കന്മാരും ചെയ്ത തെറ്റ് ആവർത്തിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് അതെല്ലാം പരിശുദ്ധ ബൈബിളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പിതാവ് എഴുതി വച്ചിരിക്കുന്നത്, നമുക്ക് പാഠമാകാൻ. അതുകൊണ്ട് നാം ദൈവത്തെ കേൾക്കണം, ദൈവത്തെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. പ്രത്യേകിച്ച് ഈ ദൈവീക രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരുന്ന ഈ കാലത്തിൻ്റെ പൂർണ്ണതയിൽ. സുഭാഷിതങ്ങൾ 7:24. ആകയാൽ മക്കളെ, ദൈവത്തിന് ജ്ഞാനം പറയുന്നതാണ്, ആകയാൽ മക്കളെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുവിൻ. നമ്മൾ ദൈവവചനം പരിശോധിച്ചാൽ അനേക ഇടങ്ങളിൽ ഇതേ വാക്ക് ദൈവം പറയുന്നത് കാണാം. നിങ്ങൾ എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്ക്, നിങ്ങളെൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്ക്. ആകയാൽ മക്കളെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുവിൻ. യെശയ്യാ 34:1. ജനതകളെ, ജനപദങ്ങളെ അടുത്തു വരുവിൻ, ശ്രദ്ധിച്ച് കേൾക്കുവിൻ. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണമെങ്കിൽ അടുത്തു വരണം. യേശുക്രിസ്തു ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുത്തത് അടുത്തുള്ളവർക്കാണ്. അകലെയുള്ളവർക്ക് എല്ലാം ഉപമകളിലൂടെ മാത്രം. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മാനസാന്തരപ്പെട്ട് രക്ഷ പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടി തന്നെ. അപ്പോൾ ഈ രഹസ്യങ്ങൾ അറിയണമെങ്കിൽ, ഈ ദൈവരാജ്യ രഹസ്യം അറിയണമെങ്കിൽ അടുത്തു വരണം. അപ്പോൾ എവിടെയാണോ അല്ലെങ്കിൽ എങ്ങനെയാണോ ദൈവം വെളിപ്പെടുത്തുന്നത് അത് തിരിച്ചറിഞ്ഞ് അടുത്തു വന്ന് ശ്രദ്ധിച്ച് കേൾക്കുവിൻ. ഭൂമിയും അതിലുള്ളവയും ശ്രവിക്കട്ടെ. മനുഷ്യർ മാത്രമല്ല, സർവചരാചരങ്ങളും സകല സൃഷ്ടികളും ശ്രവിക്കട്ടെ. ലോകവും അതിൽ നിന്ന് പുറപ്പെടുന്നവയും ശ്രദ്ധിക്കട്ടെ. സകല സൃഷ്ടികളും ശ്രദ്ധിക്കുവിൻ. യെശയ്യാ 51:1. കർത്താവിനെ അന്വേഷിക്കുന്നവരെ, അപ്പോൾ ഇത് കർത്താവിനെ അന്വേഷിക്കുന്നവരോട് പറയുന്നതാണ് കേട്ടോ. ഈ ലോകത്തിലെ സുഖങ്ങൾ അന്വേഷിക്കുന്നവരെ, ഈ ലോകത്തിൽ മഹത്വം മാത്രം അന്വേഷിക്കുന്നവരെ, ഈ ലോകത്തിൽ പേരും പ്രശസ്തി മാത്രം അന്വേഷിക്കുന്നവരെ, ഈ ലോകത്തിൽ സമ്പത്ത് മാത്രം അന്വേഷിക്കുന്നവരെ, ഈ ലോകത്തിൽ ജീവിതം കൂടുതൽ പച്ചയായ മേച്ചിൽ പങ്ക് തേടി പോകുന്നവരെ, അവരോടൊന്നും അല്ല ഈ പറയണേ. കർത്താവിനെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. അപ്പോൾ രക്ഷ തേടുന്നവരാണോ എന്ന് പരിശോധിക്കണ്ടേ? 2000 വർഷം ദൈവപുത്രൻ വന്നു, അവൻ രക്ഷ നൽകി, ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഒത്തിരി പേര്. അവൻ വീണ്ടും വരും, തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവർ രക്ഷയ്ക്ക് വേണ്ടി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എന്താണ് ആ രക്ഷയെന്ന്
പരിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ആ രക്ഷ എന്ന് വെളിപ്പെടുത്തപ്പെടുന്നത് അന്ത്യകാലത്താണ്. ഇതെല്ലാം നാം കാണുന്ന പരിശുദ്ധ ബൈബിളിൽ. അങ്ങനെ ഒരു രക്ഷ തേടുന്നുണ്ടോ? നിത്യജീവന് വേണ്ടി നീ ദാഹിക്കുന്നുണ്ടോ? നിന്റെ ശരീരത്തിൽ നിത്യജീവൻ കുടികൊള്ളാൻ വേണ്ടി നീ ആഗ്രഹിക്കുന്നുണ്ടോ? രക്ഷ തേടുന്നെങ്കിൽ എൻ്റെ വാക്ക് കേൾക്കുവിൻ. ദൈവത്തെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ, എൻ്റെ വാക്ക്, കർത്താവ് പറയാ, ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുവിൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. നോക്കണം. അപ്പോൾ ഇതെല്ലാം രക്ഷ തേടുന്നവർക്ക്, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. യെശയ്യാ 55:3, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ. കണ്ട, അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കണമെങ്കിൽ അടുക്കൽ വരണം. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ. യേശുക്രിസ്തു പറഞ്ഞു, സ്വർഗസ്വനായ എൻ്റെ പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവൻ എൻ്റെ അടുക്കിലേക്ക് വരാൻ കഴിയില്ല. അപ്പോൾ ദൈവപിതാവ് ആകർഷിച്ച് ദൈവപുത്രൻ്റെ ആത്മാവിൻ്റെ അടുക്കലെത്തണം. അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാം. നിങ്ങൾ ജീവിക്കും. നിത്യം ജീവിക്കണമെങ്കിൽ, നിത്യജീവൻ സ്വന്തമാക്കണമെങ്കിൽ അടുക്കൽ വന്ന് ദൈവത്തിൻ്റെ വാക്ക് കേൾക്കണം. ഞാൻ നിങ്ങളുമായി ശാശ്വതമായൊരു ഉടമ്പടി ഉണ്ടാക്കും. അപ്പോൾ ആരോടാണോ ഈ പറയുന്നത്, അവർക്ക് മാത്രമേ അടുത്ത് വന്ന് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് നിത്യജീവൻ സ്വന്തമാക്കാൻ കഴിയുള്ളൂ. ദാവീദിനോടെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും. അങ്ങനെ ഒരു ഗണമുണ്ട്. യെരമ്യാ 13:15, നിങ്ങൾ കാതോർത്ത് കേൾക്കുവിൻ, അഹങ്കരിക്കരുത്, കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കേൾക്കണമെങ്കിൽ അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ദൈവിക രഹസ്യങ്ങളുണ്ട്. അത് ദൈവം മറച്ചിരിക്കുന്നതാണ്. ഈ രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരും. ദൈവം വെളിപ്പെടുത്തി തരുന്ന സമയമുണ്ട്, ദൈവം വെളിപ്പെടുത്തി തരുന്നൊരു മാർഗമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ അത് കേൾക്കണമെങ്കിൽ എളിമയുണ്ടാകണം. ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങൾ ദൈവശാസ്ത്രമുള്ളവരാണ്, ഞങ്ങൾ പാരമ്പര്യമുള്ളവരാണ്, ഞങ്ങൾ അനേകം കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ്, ഞങ്ങൾ പരന്ന വായനയുള്ളവരാണ്, ഞങ്ങൾ വിജ്ഞാനം നേടിയവരാണ്, ഞങ്ങൾ അറിവുള്ളവരാണ്, ഞങ്ങൾ നിറഞ്ഞ പാത്രങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന ആർക്കും ഒരു ദൈവീക രഹസ്യവും ലഭിക്കുകയില്ല. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയക്കുന്ന ദൈവം, അവൻ അടുത്തെത്തിയാലും അവനെ വെറും കൈയോടെ ദൈവം പറഞ്ഞയക്കും എന്ന് പരിശുദ്ധ അമ്മ വഴി ദൈവം താക്കീത് നൽകിയിട്ടുണ്ട്. യെശയ്യാ 66:2. അതുകൊണ്ട് എങ്ങനെ കേൾക്കണം ദൈവത്തെ? ദൈവവചനത്തിന് മുമ്പ് നാം എങ്ങനെ ആയിരിക്കണം? കർത്താവ് അരുളി ചെയ്യുന്നു, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. നമ്മളെങ്ങനെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചു, ദൈവം അയക്കുന്നവരിലൂടെ. ഞങ്ങൾ കേട്ട വചനം മനുഷ്യൻ്റെ വചനമായിട്ടല്ല, വിശ്വാസികളായി നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് നിങ്ങൾ ശ്രവിച്ചത്. അങ്ങനെയാണ് ശ്രവിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ശ്രവിക്കേണ്ടത് എങ്ങനെ ആയിരിക്കണം? ആത്മാവിൽ എളിമയും അനുതാപവുമുള്ളവരായി. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ദൈവഭയത്താൽ വിറയലോടെ കേൾക്കണം. ദൈവം ഭയം ജനിപ്പിക്കുന്നവനാണ്. ഇന്ന് ലോകത്ത് നഷ്ടപ്പെട്ടു പോയതും ഈ ദൈവഭയമാണ്. ദൈവഭയമില്ലാത്ത തലമുറ. മറ്റെല്ലാത്തിനെയും ഭയമുണ്ട്, ദൈവത്തെ ഒഴിച്ച്. അപ്പോൾ ദൈവഭയത്തോടെ വിറയലോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കണമെന്നാണ് ദൈവത്തിൻ്റെ പ്രവാചകൻ നമ്മളെ ഓർമ്മിപ്പിക്കണേ. എഫെസൂസ് 1:13-14, രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ലഭിക്കാനിരിക്കുന്ന ഒരു രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രിതരാക്കുന്നത് ഈ രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം അന്ത്യകാലത്ത് പ്രഘോഷിക്കപ്പെടുമ്പോഴാണ്. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ ആ അവകാശത്തിൻ്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. ഇതെല്ലാം കഴിഞ്ഞു പോയ കാര്യമായി, 2000 വർഷം മുമ്പത്തെ കാര്യമായി വായിക്കുന്നവർക്ക് ഈ രഹസ്യങ്ങളൊന്നും മനസ്സിലാകുകയില്ല. അപ്പോൾ ഈ ദൈവീക രഹസ്യങ്ങൾ
കാലത്തിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ, ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തി തരുവാൻ ദൈവം ഒരുക്കിയ സംവിധാനമാണ് സദ്വാർത്ത. പ്രിയപ്പെട്ടവരെ, ഈ ജീവൻ്റെ സദ്വാർത്തയിലൂടെയാണ് രഹസ്യങ്ങളുടെ ചുരുളുകൾ അഴിയുക. യെശയ്യാ 61:1-2 ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദൈവത്താൽ അയക്കപ്പെടുന്നവൻ പറയുന്നതാണ്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും, തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും, കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും, വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ടു, ദൈവം ദൗത്യം നൽകി അയക്കുന്നവൻ്റെ വിവിധ ഡ്യൂട്ടികളാണ് ഇവിടെ അക്കമിട്ട് ദൈവം നിരത്തിയിരിക്കുന്നത്. ഇതെല്ലാം പൂർത്തിയാകുന്ന സമയമാണ് കാലത്തിൻ്റെ പൂർണ്ണത, നാം ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാനോ അവിടുത്തെ അടുക്കൽ വന്ന് ശ്രവിക്കാനോ അനേകർക്ക് കഴിയില്ല. കാരണം ഈ ദൈവരാജ്യത്തെക്കുറിച്ചോ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ചോ ദൈവികമായവയെക്കുറിച്ചോ ചിന്തിക്കാനോ അതാഗ്രഹിക്കാനോ കഴിയാത്ത അനേകർ. ഫിലിപ്പി 3:18-20 പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു എന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കണ്ണുനീരോടെ ആവർത്തിക്കുന്നു. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം, ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. ദൈവത്തിന് മുമ്പിൽ ലജ്ജാകരമായതിൽ ഈ ലോകത്തിൽ അഭിമാനിക്കുന്ന ഗണം. അവർക്ക് ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. അപ്പോൾ ഈ ഗണത്തിൽപ്പെട്ട ആർക്കും ഈ ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ ശ്രദ്ധയോടെ അടുത്ത് വന്ന് കേൾക്കാനോ അത് ഗ്രഹിക്കാനോ പലപ്പോഴും കഴിയില്ല. കാരണം അവർക്ക് ഭൗതികമായത് മാത്രമേ ചിന്തിക്കാൻ കഴിയുള്ളൂ, ഭൗമികമായത് മാത്രമേ അവർക്ക് ആഗ്രഹിക്കാൻ കഴിയുള്ളൂ. യോഹന്നാൻ 12:38-41 യേശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം പൂർത്തിയാകേണ്ടതിനാണ് ഇത്. അന്ന് പൂർത്തിയായെന്നല്ല, പൂർത്തിയാകേണ്ടതിനാണിത്. ഇത് പൂർത്തിയാകുന്ന സമയമാണ് കാലത്തിൻ്റെ അവസാനം. കർത്താവേ, ഞങ്ങളുടെ സന്ദേശം ആര് വിശ്വസിച്ചു? ഇതേ വചനം യേശയ്യാ പ്രവാചകന്റെ പുസ്തകം എഴുതിയിരിക്കുന്നത് വായിച്ചാൽ കാണാം. അത് സദ്വാർത്ത എന്ന സന്ദേശത്തെക്കുറിച്ചാണ്. അന്ത്യകാലത്ത് പ്രഘോഷിക്കപ്പെടുന്ന ദൈവപുത്രൻ രണ്ടാം വരവിൻ്റെ, ഈ ദൈവത്തിൻ്റെ പ്രതികാര ദിനത്തിൻ്റെ, ദൈവത്തിൻ്റെ കൃപാവത്സരത്തിൻ്റെ ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെടുത്തലിലൂടെ പ്രഘോഷണമായ സദ്വാർത്തയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവം അയച്ചവർ തരുന്ന സന്ദേശം. കർത്താവേ, ഞങ്ങളുടെ സന്ദേശം ആര് വിശ്വസിച്ചു? കർത്താവിൻ്റെ ഭുജം ആർക്കാണ് വെളിപ്പെട്ടത്? ദൈവത്തിൻ്റെ ആത്മാവിനെ ആർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു? അതുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്താ കർത്താവ് ചെയ്തു നോക്കി? യേശയ്യാ വീണ്ടും പറഞ്ഞിരിക്കുന്നു ഈ തലമുറയെക്കുറിച്ച്. അവർ തങ്ങളുടെ കണ്ണുകൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ അവർ എന്നിലേക്ക് തിരിഞ്ഞ് ഞാൻ അവരെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്ധമാക്കുകയും ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്തു. അവൻ്റെ മഹത്വം കാണുകയും അവനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തതുകൊണ്ടാണ് യേശയ്യാ ഇങ്ങനെ പ്രസ്താവിച്ചത്. അപ്പോൾ കണ്ണുകൾ അടച്ചു കളയുന്നു. അപ്പോസ്തലപ്രവർത്തനം 28-ാം അധ്യായം അവസാന ഭാഗം പരിശോധിച്ചാലും അവിടെ ഒരു വേദനയോട് പൗലോസ് പറയുന്നുണ്ട്. ദൈവവചനം കേട്ടിട്ട് പരസ്പരം തർക്കിച്ച് ജനങ്ങൾ പിരിഞ്ഞു പോയപ്പോൾ യേശയ്യാ പ്രവചനങ്ങൾ അവിടെയും പൗലോസ് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാം. അവർ കണ്ണുകൾ അടച്ചു കളഞ്ഞ്, കാതുകൾ അടച്ചു കളഞ്ഞു എന്ന് അവിടെ വേദനയോടെ പൗലോസ് പറയുന്നത് നമുക്ക് കാണാം. പ്രിയപ്പെട്ടവർ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27-28 വചനങ്ങൾ. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. അപ്പോൾ ദൈവപുത്രന് ദൈവം തെരഞ്ഞെടുത്ത് കൊടുത്തവർ, ദൈവപുത്രൻ്റെ ആടുകൾ അവൻ്റെ സ്വരം ശ്രവിക്കും. അപ്പോൾ ദൈവപുത്രൻ്റെ ആടുകൾ ആരാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു വലിയ അടയാളമാണത്. ആർക്കാണോ അവൻ്റെ സ്വരം തിരിച്ചറിയാനും അത് സ്വീകരിക്കാനും കഴിയുന്നത് അവർ.
എനിക്കവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. ഇവിടെ നമ്മൾ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 23-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ അതിനു മുമ്പ് കുറച്ച് പേര് പറയുന്നുണ്ട്, കർത്താവേ ഞങ്ങൾ നിൻ്റെ നാമത്തിൽ രോഗികളെ സുഖപ്പെടുത്തി, കർത്താവേ ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കി, കർത്താവേ ഞങ്ങൾ നിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് അടഞ്ഞ കതകിന് പുറത്തു നിൽക്കുന്ന ഒരു ഗണം. ഇതൊക്കെ ആർക്കാണ് ചെയ്യാൻ കഴിയുന്നത്? അധികാരമുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ഗണമാണ്, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെന്ന പേരിൽ അഭിമാനിക്കുകയും ഈ ലോകത്തിൽ സകല പ്രശംസയൊക്കെ വാങ്ങിച്ചെടുത്തവരാണ് ഈ പറയണത്, കർത്താവെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു നിൻ്റെ നാമത്തിൽ. അപ്പോൾ യേശു ക്രിസ്തു അകത്തുനിന്ന് പറയും, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിയുന്നില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. അവർ പ്രവർത്തിച്ച കാര്യങ്ങൾ ലോകദൃഷ്ടിയിൽ വലിയ കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ നാമത്തിൽ രോഗസൗഖ്യം കൊടുക്കുക, പിശാചുകളെ പുറത്താക്കുക, സുവിശേഷം പ്രസംഗിക്കുക, അത്ഭുതം പ്രവർത്തിക്കുക ഒക്കെ ചെയ്തവരാണ്. അതിൻ്റെ പേര് ലോകം വാഴ്ത്തിയവരാണ്. എന്നാൽ അവരോട് കർത്താവ് പറയുക, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എൻ്റെ ആടുകൾ എന്നെ സ്വരം ശ്രവിക്കുന്നു, എനിക്കവയെ അറിയാം. അപ്പോൾ അവൻ്റെ ആടുകളെ അവൻ അറിയുന്നു, അവൻ അവയെ സ്വീകരിക്കുകയും ചെയ്യും. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. അത് 1-ാം വരവിലല്ല, 2-ാം വരവിലാണ്. അപ്പോൾ 2-ാം വരവിലെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2-ാം വരവിൽ അവൻ്റെ ആടുകൾ അവൻ്റെ സ്വരം ശ്രവിക്കും. അപ്പോൾ അവയെ അവൻ അറിയുകയും ചെയ്യും. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. 2000 വർഷം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരുടെ ശരീരവും നശിച്ചു പോയി, നിത്യജീവൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അവ പുനരുത്ഥാനം ചെയ്ത് വന്നു വേണം അവർക്ക് നിത്യജീവന് നിയോഗം ലഭിച്ചവർ അത് സ്വന്തമാകാൻ. അപ്പോൾ മാത്രമാണ് അവർ നിത്യജീവൻ സ്വന്തമാക്കി, രക്ഷ സ്വന്തമാക്കി എന്ന് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല, അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവിക രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചവരാണ് നമ്മൾ. ഇന്നോളം ആദം മുതൽ ഇന്നുവരെ ഈ ഭൂമുഖത്ത് ജീവിച്ച സകലർക്ക് ലഭിച്ചതിനേക്കാളും വലിയ ഒരു അവസരം ലഭിച്ചിരിക്കുന്നവരാണ് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ. ഈ കാലഘട്ടത്തിലാണ് ദൈവിക രഹസ്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുത്തപ്പെടുക, ദൈവത്തിൻ്റെ എല്ലാ പ്രവചനങ്ങളും പൂർത്തിയാകുക, ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന എല്ലാം മക്കൾ സ്വന്തമാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാതെ, മാനുഷിക പാരമ്പര്യങ്ങളുടെയും മാനുഷിക തത്വശാസ്ത്രങ്ങളും അറിവും അല്ലെങ്കിൽ പാരമ്പര്യവും തരുന്ന അഹങ്കാരം നമ്മുടെ കണ്ണുകളെ അന്ധമാക്കി കളയാതെ, കാതുകളെ അടച്ചു കളയാതെ, ദൈവത്തിൻ്റെ സ്വരത്തിന് ശ്രദ്ധയോടെ ചെവി കൊടുക്കാൻ, അങ്ങനെ ദൈവിക രഹസ്യങ്ങൾ സ്വന്തമാക്കി ദൈവരാജ്യവും നിത്യജീവനും സ്വന്തമാക്കി ദൈവപിതാവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യമായ സൗഭാഗ്യം സ്വന്തമാക്കി ദൈവത്തോടൊത്തായിരിക്കുവാൻ നമുക്ക് പിതാവ് നൽകുന്ന ഈ വിളി ദൈവമക്കളാരും തള്ളിക്കളയരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാനുള്ള ഹൃദയത്തുറവി അവിടെ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അതിപരിശുദ്ധമായ നാമത്തിന് എല്ലാ മഹത്വവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ.